بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن هذه أمتكم أمة واحدة وأنا ربكم فاعبدون صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم كونوا عباد الله إخوانا أو كما قال رسول الله صلى الله عليه وسلم. ഈ പരിപാടി നിയന്ത്രിക്കുന്ന അധ്യക്ഷരും അഭിമന്യ ഉസ്താദുമായ ടി.എം. അലി മുസ്ലിയാർ അവരുടെ ബഹുമാന്യരായ കുഞ്ഞുവേദ് മുസ്ലിയാർ അവരുടെ ആദരണീയരായ തങ്ങളവരുടെ വേദിയിലുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയത്തിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ മാസം ആരംഭിച്ച ക്യാമ്പയിൻ ഈ മാസം കൂടി തുടരുകയാണ്. എന്തുകൊണ്ടാണ് മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയവുമായി ജംഇയ്യത്തുൽ ഉലമ ഇറങ്ങിത്തിരിച്ചതെന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളീയ മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മഹത്തായ അനുഗ്രഹമാണ് മുസ്ലിങ്ങൾ പ്രാദേശികമായി ഓരോ ജുമുഅത്ത് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മഹല്ലിൻ്റെ കീഴിൽ അണിനിരക്കുന്നു, അവരുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ദീനീ വിജ്ഞാന കേന്ദ്രങ്ങൾ നടത്തുന്നു, വളരുന്ന മക്കൾക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ നൽകുന്നു, നമ്മുടെ സമുദായത്തിലെ ഓരോ കുട്ടിക്കും ആണിനും പെണ്ണിനും വിശുദ്ധ വേദം വായിക്കാനുള്ള അവസരം നൽകുന്നു. ഇതൊക്കെ മഹത്തായ കാര്യങ്ങളാണ്. സംഘടനകൾ വരുന്നതിന് മുൻപും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. 1400 പരം വർഷമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മത പ്രബോധനം തുടങ്ങിയിട്ടെന്ന് നമുക്കറിയും. ഏതാണ്ട് അക്കാലത്തിൽ തന്നെ ഇസ്ലാം വന്നെത്തിയിട്ടുള്ള നാടായി കേരളത്തെ നമ്മളെല്ലാവരും ചരിത്രവും പ്രത്യേകിച്ച് കുറിക്കുന്നു. അന്നു മുതൽ ഇന്നുവരെ ഏതാണ്ട് മുസ്ലിം മഹല്ലുകൾ അത്ര വികാസം പൂണ്ട രീതിയിലല്ലെങ്കിലും ചെറിയ തോതിൽ പള്ളികളുമായി ബന്ധപ്പെട്ട സമാജങ്ങളുമായി കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ ഇക്കാലം അത്രയും വളർന്നുകൊണ്ടിരുന്നത്. വിശാലമായ അർത്ഥത്തിൽ ഒരു പള്ളിയും ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ഒരു മുസ്ലിം കൂട്ടായ്മയുടെ കേന്ദ്രമായി മഹല്ലും പൊന്നാനിയിലെ മഖ്ദൂമുമാർ ഉരുവപ്പെടുത്തിയിട്ടുള്ള ആ മാതൃകയിൽ നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരികയാണ്. ഇതിനിടയിലുണ്ടായതാണ് സംഘടനകൾ. വിശേഷിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ 4 സംഘടനകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ 4 സംഘടനകളെയും നിങ്ങൾക്കെല്ലാവർക്കും മതരംഗത്തറിയുന്ന എല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 2 വിഭാഗം, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, ഇത് നമ്മുടെ മലബാറിൽ അറിയപ്പെടുന്ന 3 സംഘങ്ങളാണ്. മലബാറിന് പുറത്ത് ദക്ഷിണ കേരളത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടനയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 4 സംഘടനകളും സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസരംഗത്തോ വിശ്വാസ തത്വങ്ങളിലോ ഈ സംഘങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മസ്അലാപരമായ തർക്കങ്ങളാണെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരിൽ സംഘടിച്ചിട്ടുള്ള സംഘടനകൾക്കകത്തു തന്നെ ഉണ്ടാകാവുന്ന സംഗതികളുമാണ്. ഈ രീതിയിൽ ആചാരപരമായ രീതികളിലോ വിശ്വാസപരമായ രീതികളിലോ
കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വെച്ചു പുലർത്താത്ത 4 സംഘടനകളും പ്രതിനിധീകരിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സവിശേഷത എന്താണ്? മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തിന് തൊട്ട ശേഷം തന്നെ ബിദ്അത്തുകൾ ഈ സമൂഹത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സമുദായത്തിൽ ഈ ഉമ്മത്തിൽ വരാൻ തുടങ്ങിയ അക്കാലം തൊട്ട് ബിദ്അത്തുകാർ പറയുന്നത് അവർ മാത്രം ഇസ്ലാമിൻ്റെ ആളുകളും മറുഭാഗം കാഫിറുകളോ മുശ്രിക്കുകളോ ആണെന്നുമാണ്. ഒന്നാമത് വരുന്ന സംഘം മുതൽ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ബിദ്അത്തിൻ്റെ സംഘങ്ങളൊക്കെ. ഷിയാക്കളും ഖവാരിജുകളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംഘടിതമായി തന്നെ 2 ബിദ്അത്തിൻ്റെ സംഘങ്ങളാണ്. ഈ 2 സംഘങ്ങൾ സ്വഹാബാക്കളെ തന്നെ കാഫിറാക്കിക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. സ്വഹാബി ഭൂരിപക്ഷത്തെയും കാഫിർ എന്ന് വ്യക്തമായി പറയാനും ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നവരെന്ന് വിധിയെഴുതാനും പച്ചക്കു തന്നെ ഇത് പറയാനും മടി കാണിക്കാത്ത ഒരു കൂട്ടരായിരുന്നു ഖവാരിജ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്നത്. അവിടം തൊട്ട് ഇന്ന് വരേക്കും പല പേരുകളിൽ അറിയപ്പെടുന്ന ബിദ്അത്തിന്റെ സംഘങ്ങൾ അത്രയും അവർ മാത്രമാണ് തൗഹീദിലെന്നും മറുഭാഗത്തുള്ളവരെല്ലാം ശിർക്കിലാണെന്നും ആരോപിക്കുന്നവരാണ്. മുഅ്തസിലത്ത് പ്രസ്ഥാനമാവട്ടെ മറ്റേത് ബിദ്അത്തിന്റെ പ്രസ്ഥാനമാവട്ടെ മറുപക്ഷത്തുള്ള മുസ്ലിങ്ങളെ ശിർക്കിലെന്നോ കുഫ്റിലെന്നോ ആരോപിക്കുന്നതിൽ നിന്ന് മുക്തരല്ലാത്ത വിധമാണ് ഇവിടെ അവരവരുടെ കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. 921 ശേഷം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ബിദ്അത്തിന്റെ പ്രസ്ഥാനമാണ് അതിൻ്റെ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന വഹാബി പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പം തന്നെ മുസ്ലിം സമുദായം ആസകലം ശിർക്കിലാണ്. അവർക്കിടയിൽ ശിർക്ക് നടമാടുകയാണ്. ശിർക്കാണ് അവർ ചെയ്യുന്നതൊക്കെ, പ്രവർത്തിക്കുന്നതൊക്കെ, പറയുന്നതൊക്കെ, വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ എന്ന രൂപത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തം ശിർക്കിൽ ആരോപിച്ചു ശിർക്കിലകപ്പെട്ടവരായി പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് തന്നെ വലം യുകഫിർ അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ, കുറ്റങ്ങളുടെയോ പാപങ്ങളുടെയോ പേരിൽ ഖിബ്ല അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കാത്തവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുകാർ എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. തങ്ങൾ തന്നെ പറഞ്ഞ ഈ അടയാളം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്നതിലുപരി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹത്തായ ഒരു സവിശേഷത, ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വാസപരമായി തന്നെ 2 മാർഗങ്ങളെ ഉയർത്തിക്കാട്ടുന്നു. അശ്അരി ത്വരീഖത്ത്, മാതുരിദി ത്വരീഖത്ത്. കർമ്മപരമായ സരണികളായി വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പുറമെ ആചാരപരമായ വിധികളുടെ സമാഹാരങ്ങളായി 4 മദ്ഹബുകളെ ഉയർത്തിക്കാട്ടുന്നു. ഈ 4 മദ്ഹബുകളും സത്യമാണ്. 2 സരണികളും വിശ്വാസ സരണികളും സത്യമാണ്. ഇത് 2ഉം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാളിക്കാലം അത്രയും പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിലെ സുന്നി സംഘടനകളും പ്രവർത്തിച്ചു വരുന്നത്. 2 ത്വരീഖത്തിൽ നമ്മൾ ഒരു ത്വരീഖത്തുകാരാണ്. അശ്അരി ത്വരീഖത്തുകാർ വിശ്വാസപരമായി നമ്മൾ ഒരു മദ്ഹബുകാരാണ്. ഏറെക്കുറെ കേരളത്തിലെ ജനങ്ങൾ മിക്കവാറും ശാഫിഈ മദ്ഹബുകാരാണ്. അങ്ങിങ്ങി ചില ഹനഫി മദ്ഹബുകാരുമുണ്ട്. ആവട്ടെ ഹനഫി ശാഫിഈ മദ്ഹബുകാർക്കപ്പുറം മറ്റൊരു മദ്ഹബുകാർ കേരളത്തിലില്ല. എന്നാൽ പോലും നമ്മുടെ നാട്ടിലില്ലാത്ത മദ്ഹബുകളെയും നമ്മൾ സത്യത്തിൻ്റെ സരണിയായി കൊണ്ട് തന്നെ വിധി എഴുതുകയും അംഗീകരിക്കുകയും അങ്ങനെ തന്നെ സ്ഥാപിക്കുന്നതിനും അതിനെതിരായി വല്ലവരും പറഞ്ഞാൽ അവർക്കെതിരെ ഈ സത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുമായാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ 4 മദ്ഹബുകളുടെയും വൈവിധ്യം ആചാരങ്ങളിലും നിസ്കാരത്തിലും വരെ പ്രകടമായി നമുക്ക് കാണാം. മക്കയിൽ ഹജ്ജിന് പോയാൽ, ഉംറയ്ക്ക് പോയാൽ, അവിടെ ഹറമിൽ നിസ്കരിക്കുന്ന ആളുകളെ വീക്ഷിച്ചാൽ പല രീതിയിലുള്ള നമസ്കാരങ്ങൾ നമുക്കവിടെ കാണാം. പല രീതിയിലുള്ള ആചാരക്കാരെ നമുക്കവിടെ കാണാം. പല രീതിയിലുള്ള വേഷക്കാരെ നമുക്കവിടെ കാണാം. അവരിൽ 4 മദ്ഹബുകാരുമുണ്ട്. ഇവർ മുഴുവനും മദ്ഹബുകാരാണെങ്കിൽ സത്യത്തിൻ്റെ സരണിയിലാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. ഈ മദ്ഹബുകളോടൊന്നും കടപ്പാടില്ല, ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് പറയുന്നവരാണ് മദ്ഹബ് വിരോധികളായ ബിദ്അത്തുകാർ. അവർക്ക് വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ മദ്ഹബ് വിരോധികളായ ബിദ്അത്തുകാർ. സഊദിയിലുള്ളത് വഹാബിസത്തിന്റെ ബിദ്അത്തുകാരാണെങ്കിൽ അവരും മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. ഉത്തരേന്ത്യയിലുള്ളവരും മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. മദ്ഹബ് അംഗീകരിക്കാത്ത ബിദ്അത്തുകാർ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സുന്നികളേതായാലും 4 മദ്ഹബും സത്യമാണെന്ന് അംഗീകരിക്കുന്നു. എന്താണ് ഈ സത്യമാണെന്ന് അംഗീകരിക്കുന്നതിനർത്ഥം? നമ്മളവിടെ തുടരുന്ന ഇമാം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫാത്തിഹ സൂറത്തിലെ ബിസ്മി ഓതാതെയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിഹ ഓതാതിരുന്നാൽ നിസ്കാരം ബാത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയില്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ടില്ല. ഇത് നമ്മൾ സംസ്ഥാനന്റെ ബുക്കിലും സമസ്തന്റെ ബുക്കിലും AP സമസ്തയുടെ ബുക്കിലും ഒക്കെ പഠിപ്പിക്കുന്ന പാഠമാണ്. ബിസ്മി ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയല്ല എന്ന്, ബിസ്മി ഓതിയില്ലെങ്കിൽ ഫാത്തിഹ ശരിയല്ല എന്ന്. എന്നിട്ടും അവിടുത്തെ ഇമാമിനെ നമ്മൾ അംഗീകരിക്കുന്നു, അവിടുത്തെ ഇമാമിന്റെ പിന്നിൽ നമ്മൾ നിസ്കരിക്കുന്നു. നമസ്കാരം സ്വഹീഹല്ല, സാധുവല്ല ആ നിസ്കാരം എന്ന് നമ്മെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെടുകയും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുകയും മദ്രസയിലെ പാഠബുക്കിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സുന്നി സംഘടനകൾ നമ്മൾ മക്കത്ത് ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലാത്ത ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. ഇത് സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പിഴച്ചതല്ല ആ മാർഗം. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹ സൂറത്തിന്റെ ഭാഗമല്ലെന്ന് മദ്ഹബിൽ വാദമുണ്ട്, അഭിപ്രായമുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ചില ഇമാമുകൾക്കും മദ്ഹബുകൾക്കും ആ വീക്ഷണമുണ്ട്. അതിൻ്റെ ബലത്തിലാണ് മക്കയിലെ ഇമാം ഓതാത്തത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു നിസ്കരിക്കുന്ന ആൾ ശാഫി മദ്ഹബ് പ്രകാരം തുടർച്ചയായി 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചു വളർന്നിട്ടുള്ളത്. ഒന്ന് കൊതുക് കടിച്ചാൽ മാന്താൻ നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. കയ്യെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ മാന്തൂല. നമ്മളവിടെ പോയി വെച്ചിട്ട് മെല്ലെ ഒരു വിരൽ കൊണ്ട് മാത്രം അനക്കിക്കൊണ്ടാണ് പലതവണ മാന്തേണ്ടതുണ്ടെങ്കിൽ മാന്തുക. ഒരു തവണ മാന്താനെ കൈകൊണ്ട് ഒന്നിച്ചു പറ്റുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ നടത്താറുള്ളത്. 3 പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന്. അവിടുത്തെ ഇമാമോ അയാളുടെ തട്ടം നേരെയാക്കാൻ എത്ര വട്ടം അനങ്ങും? അയാളൊരു തട്ടം നേരെയാക്കിയിട്ട് ഹറമിലെ ഇമാമിനെ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ അത് ഇതൊക്കെ വെച്ചിട്ടല്ല നിസ്കരിക്കുക. ആ ഇമാമി എത്ര തവണ തട്ടം അനക്കും? അയാളുടെ തട്ടം എവിടെയാണ് കിടക്കുന്നത്? നെറ്റ് മുഴുവൻ മൂടി പുതച്ചുകൊണ്ടാണ് കിടക്കുക. നെറ്റ് തുറന്നിടാതെ ആ തട്ടം ഇട്ടുകൊണ്ട് തന്നെ നെറ്റ് സുജൂദിൽ വെക്കുകയാണെങ്കിൽ സുജൂദ് ശരിയാവില്ല എന്ന് നമ്മളിവിടുത്തെ സമസ്തയും സംസ്ഥാനവും AP സമസ്തയും ഒക്കെ എല്ലാം പാഠബുക്കിൽ പഠിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ നേരെ വിപരീതമായിട്ടും നമുക്ക് നമസ്കാരം സാധുവല്ല എന്ന് പറയുന്ന ഇതേ സംഗതികളൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ നിസ്കാരം സാധുവാണ്, അവരുടെ നിസ്കാരം സാധുവാണെന്ന് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട്? അതവരുടെ മദ്ഹബാണ്. ഈ മദ്ഹബുകളെ വൈവിധ്യത്തോടുകൂടെ, വേണമെങ്കിൽ സാധാരണക്കാരന്റെ ഭാഷത്തിൽ വൈരുദ്ധ്യത്തോടുകൂടെ തന്നെ നമ്മൾ സത്യമാണെന്ന് അംഗീകരിക്കുന്നു എന്ന വിശാല മനസ്കരാണ് നമ്മൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ് 4 സംഘങ്ങളും. പക്ഷേ നമ്മുടെ നാട്ടിലെ സുന്നികളുടെ നിലപാടെന്താണ്? നമ്മുടെ നാട്ടിലുള്ള സുന്നി സംഘടനകളുടെ നിലപാടെന്താണ്? ഇവിടെ ഏറ്റവും പ്രചാരപ്പെട്ട് നാട്ടിലൊക്കെ പരക്കെയുള്ളത് 2 കൂട്ടരാണല്ലോ സുന്നികൾ. EK സമസ്തക്കാർ, അതുപോലെ തന്നെ AP സമസ്തക്കാർ. സമസ്ത എന്ന പേര് 2 കൂട്ടരും ഉപയോഗിക്കുന്നു. ഇതിനർത്ഥം 2 കൂട്ടരും സമസ്തക്കാരാണെന്നാണ് അവർ 2 കൂട്ടരും അവകാശപ്പെടുന്നത്. ഔദ്യോഗികമായി സമസ്തയുടെ സ്ഥാനമാർക്കാണ് എന്ന് പറയാൻ ഞങ്ങളാളല്ല. അതവർ തീരുമാനിക്കട്ടെ. കേസും വിധിയും ഒക്കെ ഉണ്ടല്ലോ, അതവർക്ക് തീരുമാനിക്കാം. പക്ഷെ 2 കൂട്ടരും ഞങ്ങൾ സമസ്തയാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കെ തന്നെ അവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരിക്കെ തന്നെ അവർക്കിടയിൽ ആചാരപരമായി അനുഷ്ഠാനപരമായി മസ്അലയുടെ വിധിയിൽ പോലും തർക്കമില്ലാതിരിക്കെ തന്നെ അവരെന്തിനാണ് പരസ്പരം അടിപിടി കൂടുന്നത്? അവരെന്തിനാണ് പരസ്പരം കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? അവരെന്തിനാണ് പരസ്പരം ഒരു കൂട്ടരെ പള്ളി പിടിച്ചടക്കാൻ വേണ്ടി മറ്റൊരു കൂട്ടർ നോക്കുന്നതും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ വേറൊരു കൂട്ടർ നിൽക്കുന്നതും? അതിനാൽ നിയമപാലകർ വന്ന് പള്ളി അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിശേഷത്തിലേക്ക് ഈ സമുദായത്തെ വലിച്ചെടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ചിന്തിച്ചാൽ മുസ്ലിം മഹല്ലുകളിൽ, മിക്കവാറും മഹല്ലുകളിലൊക്കെയും പല വീക്ഷണക്കാരും പല അഭിപ്രായക്കാരുമാണ്. 100% ഒരേ സംഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമുള്ള മഹല്ല് നമ്മൾ തിരിയിട്ട് തിരഞ്ഞാൽ കേരളത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല, മുസ്ലിം ഉമ്മത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല. ഭൂരിപക്ഷം ഉണ്ടാകാം ഏതെങ്കിലും ഒരു കൂട്ടർ. ഭൂരിപക്ഷമുള്ള കൂട്ടർ ആ ഭൂരിപക്ഷമുള്ളവരുടെ സംഘടനയാക്കിക്കൊണ്ട് ആ മഹല്ലിനെ സംഘടനാവൽക്കരിക്കുകയും ആ സംഘടനയ്ക്ക് കീഴിൽ മഹല്ലിനെ കൊണ്ടുവരികയും അവിടുത്തെ പള്ളിയെയും മദ്രസയെയും മുഴുവൻ മഹല്ലിൽ ആ സംഘടനയ്ക്ക് കീഴിൽ മാത്രം ഒതുക്കുകയും ആ സംഘടനയുടെ നയത്തിൽ വിശ്വസിക്കുന്നവർക്ക്, പ്രവർത്തകരായി ജീവിക്കുന്നവർക്ക് മാത്രം മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, പള്ളിയിൽ ഇമാമത്തിന് പറ്റുള്ളൂ, ഖതീബ് സ്ഥാനത്തിന് പറ്റുള്ളൂ, ഖാദി സ്ഥാനത്തിന് പറ്റുള്ളൂ എന്ന നിലപാടിലേക്ക് വാശിയോടുകൂടെ ഇത് വാശി തീർക്കുന്നതിന് വേണ്ടി വേണ്ട സമരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ട് വാശി പിടിച്ച് ദുർവാശി പിടിച്ചുകൊണ്ട് കലഹിക്കുന്നത് എന്തിനാണ്? ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇവിടെ നമ്മൾ ഓർക്കുക, ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് അവരവർ പള്ളി ഉണ്ടാക്കി മഹല്ലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ
AP വിഭാഗത്തിന് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പള്ളിയുണ്ട്. മുജാഹിദ് വിഭാഗത്തിന് ഒരുപാട് സ്ഥലത്ത് അവരുടെ പള്ളിയുണ്ട്. ജമാഅത്ത് വിഭാഗത്തിന് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പള്ളിയുണ്ട്. ഞങ്ങളൊരു 2 കൂട്ടർക്ക് മാത്രം ഒറ്റക്കൊറ്റക്ക് പള്ളിയില്ല. ഒന്ന്, ബഹുഭൂരിപക്ഷം സുന്നികളെ പ്രതിനിധാനം ചെയ്യുന്ന EK സമസ്ത വിഭാഗത്തിൽ അവർക്ക് ഒറ്റക്കൊറ്റക്ക് പള്ളിയില്ല. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്കാർക്ക് ഒറ്റക്ക് പള്ളിയില്ല. ഒരു മഹല്ലിൽ എവിടെയും ഒറ്റക്ക് പള്ളിയില്ല. ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും അത് ഒറ്റയ്ക്ക് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പള്ളി എന്ന നിലക്ക് അതിനെ ഒരിക്കലും വെക്കൂല്ല. മഹല്ലുകാരുടെയും നാട്ടുകാരുടെയും പള്ളി എന്ന നിലക്ക് മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളികൾ, ഞങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കുന്ന പള്ളികൾ, ഞങ്ങൾ മുൻകൈയെടുത്തുണ്ടാക്കുന്ന പള്ളികൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലും. എന്താണ് ഈ 2 സംഘടനകൾക്കും ഇങ്ങനെ വരാൻ കാരണം? നിലവിൽ നടന്നു പോരുന്ന ഒരു രീതിയുണ്ടല്ലോ സമസ്ത. ആ സമസ്തയുടെ നടന്നു വരുന്ന രീതിക്കനുസരിച്ചുകൊണ്ട് പഴയ സമസ്തയുടെ പിന്മുറക്കാരായി നിലകൊള്ളുന്നത് EK സമസ്ത എന്ന പേരിൽ ബഹുമാനപ്പെട്ട EK അവരുടെ ഇനീഷ്യൽ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ആ സംഘടനയാണ്. അവർ വഫാത്തായിട്ട് വർഷങ്ങളായി. എന്നാലും ഇപ്പോൾ ഈ സമസ്തനെ അറിയാൻ EK സമസ്ത എന്ന് പറയണം. ഈ EK സമസ്ത എന്നറിയപ്പെടുന്ന സമസ്ത പരമ്പരാഗതമായി സമസ്തയുടെ ഭാഗമായി നിലകൊള്ളുന്നുവെന്നാണ് നാട്ടിൽ പരക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. പരക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല. കാരണം 90 വർഷമായി 1925 മുതൽ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക രേഖകളും സ്വത്തുക്കളും ഔദ്യോഗികമായ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലാണ്. അപ്പോൾ കോടതി വിധിച്ചാലും ഔദ്യോഗിക വിഭാഗമായി അവർ തന്നെയാണ് വിധിക്കുക. ഇത് അത്യാവശ്യം മണ്ടയുള്ളവർക്കൊക്കെ അറിയും. വേറൊരു സംസ്ഥാനം പ്രവർത്തിക്കുന്ന അവർക്കും അറിയാം ഔദ്യോഗികമായി കോടതി വിധി എങ്ങനെയാ വരികയെന്ന്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനിലും മറ്റുമൊക്കെ അവർ വേറെ പേരിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാലും സമസ്ത എന്ന പേരിനോടുള്ള പ്രത്യേകമായ അനുഭാവവും അവർ വെച്ചു പുലർത്തുന്നത് സമസ്ത എന്ന പേരിലുള്ള ആ പ്രവർത്തനത്തിൻ്റെ സ്വാധീനവും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരവും തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന അവകാശവാദം കൊണ്ടാണ്. ഒരു പക്ഷേ ശരിയാകാം, അല്ലെങ്കിലും ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുകയും 1989 EK AP എന്നീ 2 വിഭാഗങ്ങളായി സമസ്ത പിരിയുന്നത്. അതുവരെ 925 മുതൽ പ്രവർത്തിച്ചു വരുന്ന സമസ്തയുടെ ഭാഗം തന്നെയല്ലേ ഒരു 2 കൂട്ടരും. 1967 ഏപ്രിൽ മാസം മുതൽക്കാണ് അഭിവന്ദനായ ഞങ്ങളുടെ അഭിവന്ദ ശൈഖുന താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുന സദഖത്തുൽ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മഹാനരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ലോക വിജയം നൽകുമാറാവട്ടെ അവർ സമസ്തയിൽ നിന്ന് പിരിയുന്നത്. അവർ മാത്രമല്ല 925 രൂപീകരിക്കപ്പെടുന്ന സമസ്തയിൽ ബഹുമാനപ്പെട്ട മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന മഹാനവർകൾ സംഘടനയിൽ അംഗങ്ങളായി ചേർത്തിട്ടുള്ള അന്നത്തെ അംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായി 967 3 പേർ മാത്രമേ സമസ്തയിലുള്ളൂ. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അവരുടെ അത്ര തന്നെ പ്രായമുള്ള അവരുടെ സഹപാഠിയായ മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ, അവർ 2 പേരുടെ അത്രയും പ്രായമില്ലെങ്കിലും 5-6 വയസ്സ് അവരെക്കാൾ ഇളവാണെങ്കിലും അവരുടെ സഹപാഠിയും കൂട്ടുകാരനും ഒപ്പം തന്നെ ഓതുന്നവരുമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശൈഖുന സദഖത്തുൽ മുസ്ലിയാർ, ഈ 3 പേരും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ചേർക്കപ്പെട്ടവരായി ശേഷിക്കുന്നവരായിരുന്നു 967. 42 വർഷം സമസ്ത പിന്നിടുമ്പോൾ സ്ഥാപകാംഗങ്ങളായി നിലനിൽക്കുന്നത് വാഴക്കാട് ദാറുൽ ഉലൂം ദർസിലെ വിദ്യാർത്ഥികളായി സമസ്തയിൽ അംഗങ്ങളായി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ 3 പേർ മാത്രമേ ഉള്ളൂ. മുദരിസുമാരായി ചേർക്കപ്പെട്ടവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വായതുമാരായി ചേർക്കപ്പെട്ട പണ്ഡിതന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെറും കേവലം 19 വയസ്സുകാരനാണ് അഭിനന്ദനായ വണ്ടൂരിലെ ശൈഖുന സമസ്തയിൽ അംഗമായി ചേർക്കപ്പെടുമ്പോൾ ഉള്ളത്. ആ പ്രായത്തിൻ്റെ കുറവ് കൊണ്ട് ആ 3 പേരുകളാണ് 1967 സമസ്തയിലുള്ളൂ. 25 രൂപീകരിക്കപ്പെട്ട സമസ്തയിൽ അതിൽ ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവർകൾ സമസ്തയെന്നു മാത്രമല്ല മറ്റു സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണെന്ന് സമസ്തയുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാം. 967 വരെ എത്ര യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്ന് മിനിറ്റ്സ് നോക്കി പരിശോധിച്ചിട്ടോ ആ മിനിറ്റ്സിലേത് കുറിച്ചിട്ടുള്ള ഔദ്യോഗിക രേഖകൾ നോക്കിയോ സമസ്തയുടെ ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കട്ടെ. തീർച്ചും അറിയാം അദ്ദേഹം വീട്ടിൽ സുഖമില്ലാതെയോ നാട്ടിൽ നടന്നുകൊണ്ടോ ഇരിക്കുന്നോ ദർസ് നടത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ടെങ്കിലും സംഘടനാ രംഗത്തിൽ നിന്നൊക്കെ മറ്റൊരു ലോകത്തായിരുന്നുവെന്ന്. ഒരു യോഗത്തിൽ കൊണ്ടുവന്നിരുത്തിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം മടക്കി പിടിക്കാനും
മൈക്കിലൂടെ അത് കേൾക്കാതിരിക്കാനും വേണ്ടി എല്ലാവരും സഹായിക്കുന്നതും പരിശ്രമിക്കുന്നതും കാണാൻ സംഘാടകർ. ആ വിധത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവർ അന്ന്. പ്രായാധിക്യം കൊണ്ടും ശാരീരികമായുള്ള ദൗർബല്യങ്ങൾ കൊണ്ടും മറ്റും ആ മഹാനവർകളെ മാറ്റി നിർത്തിയാൽ സ്ഥാപകാംഗങ്ങളായ രണ്ടുപേരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് മാറി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘത്തിന് രൂപം നൽകിയിട്ടുള്ള പണ്ഡിത മഹത്തുക്കളിൽപ്പെട്ടവരാണ്. കേരളത്തിൽ അങ്ങുന്നിങ്ങുന്നോളമുള്ള സൂഫിവര്യന്മാരും ആലിമീങ്ങളും പങ്കെടുത്ത ഒരു വലിയ കോൺഫറൻസിൽ വെച്ചാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അന്ന് രൂപീകരിക്കുമ്പോൾ തന്നെ സമസ്തയുടെ 25 മുതൽക്കുള്ള 42 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് അനുഭവപ്പെടാനും പഴയവരെല്ലാം മരണപ്പെട്ട ശേഷം സമസ്തയുടെ പഴയ കീഴ്വഴക്കം എന്നാൽ സമസ്തയുടെ ഭാരവാഹിയായി തെരഞ്ഞെടുത്ത ആളുകൾ മരിച്ചു പിരിയലാണ്. കാരണം സ്ഥാനമോഹങ്ങൾ ഉലമാക്കൾക്കിടയിലില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ല. എല്ലാവരും മുശാവറ മെമ്പർമാരായി കഴിഞ്ഞാൽ അവർ മുശാവറയിൽ ബോധമുള്ള കാലം അത്രയും പ്രവർത്തിക്കും. സംഘടനാപരമായി പുറത്താക്കപ്പെടുന്നവർ മാത്രമേ, അല്ലെങ്കിൽ പുറത്തു പോകുന്നവർ മാത്രമേ പുറത്തു പോകാറുള്ളൂ. അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മരിക്കുന്നത് വരെ ഇരിക്കുന്നതാണ് സമസ്തയുടെ വഴക്കം. ഇതുപ്രകാരം സംഘടനാ രംഗത്ത് അതിൻ്റെ പരമാധ്യക്ഷ സ്ഥാനമായ പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തിയ ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ ശൈഖുന അവർകൾ 42 വർഷത്തെ ആ സേവനത്തിനിടയിൽ ആയിരക്കണക്കിന് മദ്രസകൾ സമസ്തക്കുണ്ടാക്കി കൊടുക്കുന്നതിൽ പരിശ്രമിച്ചവരല്ലേ? ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ സമസ്തയുടെ ആ ആയിരക്കണക്കിന് മദ്രസകളിലെ ഖിറാഅത്തിന്റെ തജ്വീദിന് നേതൃത്വം നൽകിയിരുന്ന ആളും മുഅല്ലിമീങ്ങൾക്കും ഇമാമുകൾക്കും ഖിറാഅത്ത് പഠിപ്പിക്കാൻ ഏകകാരിയായി ഉണ്ടായിരുന്നവരെ ഒരു മഹാനല്ലേ? മദ്രസാ രംഗത്ത് തന്നെ ഏറ്റവും സജീവമായ കാരിയായിരുന്നു മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സമസ്തയുടെ കാരിയായി പിന്നീട് അറിയപ്പെട്ട കൊടുവള്ളിയിലെ KV അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പിന്നീട് അറിയപ്പെട്ട കാരി P ഹസൻ മുസ്ലിയാർ. ഇതൊക്കെ കുഞ്ഞറമുട്ടി മുസ്ലിയാരുടെ അടിസ്ഥാന ഖിറാഅത്ത്. ആ കുഞ്ഞറമുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവർകൾ ഈ രണ്ട് മഹാന്മാർക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മദ്രസകളുടെ കാര്യത്തിൽ സ്വാധീനമില്ലേ? അതിൻ്റെ വ്യാപ്തിയിലും അത് പടുത്തുയർത്തുന്നതിലും അതെല്ലായിടത്തും പരത്തുന്നതിലും അവർക്ക് പരിശ്രമമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അവർ 67 ശേഷം പോന്നു. 89 വരെ ഇന്ന് മറുപക്ഷത്ത് നിൽക്കുന്ന AP സമസ്തക്കാരും സമസ്തയുടെ മദ്രസകൾ വളർത്തുന്നതിൽ പങ്കുവഹിച്ചവരല്ലേ? 9000-ൽ പരം മദ്രസകൾ എന്ന് പറയുന്നത് ഇപ്പം ഈ സമസ്തക്കാരുടെ തലപ്പത്ത് വരുന്ന SKSSFകാരുണ്ടാക്കിയതാണോ? അവർക്ക് എന്താണ് ഇതിൽ പങ്ക്? അവർ പഠിച്ചു വളർന്ന കുട്ടികളാണെന്നല്ലാതെ, സമസ്തയുടെ മദ്രസയിൽ പഠിച്ചു വളർന്ന കുട്ടികളെന്നല്ലാതെ സമസ്തയുടെ മദ്രസ ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴത്തെ SYSകാർക്കോ SKSSFകാർക്കോ വല്ല പങ്കുമുണ്ടോ? ഇല്ല. 10,000-ഓളം മദ്രസ സമസ്തക്കുണ്ടെങ്കിൽ അതിൽ സംസ്ഥാനത്തും പങ്കുണ്ട്. നിലവിലുള്ള പഴയ സമസ്തയായി നിലവിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന സമസ്തക്കും പങ്കുണ്ട്. 89-ൽ വേറിട്ട് മറ്റൊരു സംഘമായി സമസ്തയുടെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന AP സമസ്തക്കും പങ്കുണ്ട്. ഇതനുസരിച്ച് 3 വിഭാഗം സമസ്തക്കും, അതായത് 2 വിഭാഗം സമസ്തക്കും സംസ്ഥാനത്തും പങ്കുള്ള മദ്രസകളിൽ അവിടെയല്ലേ ഈ കുഴപ്പം നടക്കുന്നത്? അവിടെയല്ലേ സംഘടനാവൽക്കരണം നടക്കുന്നത്? നിങ്ങൾ ഓർക്കണം. അഭിവന്ദനായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ കഴിഞ്ഞ 33 വർഷക്കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട മൗലാന മർഹൂം രാമന്തളി തങ്ങൾ അവർകൾ. അവർ 5-6 ദിനം മുമ്പ്, ഇന്ന് 7-ാം ദിനമാണ്, ഈ 7 ദിനം മുൻപാണ് അവർ വഫാത്തായത്. അവർ കഴിഞ്ഞ ഡിസംബർ 25-നാണ് ഈ ആഘോഷത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുന്നതിനായി മഹാനർ സംബന്ധിച്ചത് തൻ്റെ 33 വർഷത്തെ സംഘടനാ ചരിത്രത്തിൽ അവസാനമായി പങ്കെടുത്തിട്ടുള്ള സംഘടനാ യോഗമാണ്. ആ യോഗത്തിൽ തൻ്റെ അവശതകളും രോഗവും, ഹൃദ്രോഗം വരെ, ഹൃദയത്തിനുള്ള ചെറിയ ഓപ്പറേഷൻ വരെ നടത്തിയിട്ട് മഹാനർ അത് വകവെക്കാതെയാണ് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് 1.5 മണിക്കൂറിലധികം സമയം സംസാരിച്ചത്. സമസ്തയുടെ ആദ്യകാലവും ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവർകൾ പ്രസിഡന്റാക്കാൻ വേണ്ടി പരിശ്രമിച്ചതും അതിനായി ബഹുമാനപ്പെട്ട മർഹൂം ഖായിദുൽ ഖൗം നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങളുടെ പിതാമഹനുമായ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുമായ ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ
തൻ്റെ സഹോദരനായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷററായി പിന്നീട് വാഴിക്കപ്പെട്ട അഭിഭക്ത സമസ്തയിലെ മുശാവറ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളവർകളോട് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റാരും വരരുത്, വിശേഷിച്ച് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നായകരില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ശൈഖുനായുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ തന്നെ പ്രസിഡന്റാക്കാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചതും അതിനായി പ്രത്യേകമായി തന്ത്രങ്ങളും ആസൂത്രണങ്ങളും ചെയ്തതും അതനുസരിച്ച് ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതുമായ ചരിത്രം വരെ ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളവർകൾ കോഴിക്കോട്ടെ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. എന്നിട്ടാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. അന്ന് പ്രഖ്യാപിക്കപ്പെട്ട ക്യാമ്പയിൻ്റെ തുടക്കമാണ് ആ ജനുവരി മാസത്തിൽ 1-ാം തീയതി തന്നെ തുടങ്ങുന്നത്, 2-ാം തീയതി തന്നെ തുടങ്ങുന്നത്. ആ തുടങ്ങിയ ക്യാമ്പയിനാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം? 4 കൂട്ടരും സുന്നി സംഘടനകളായിരിക്കെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശ്ശൂരിനപ്പുറമാണ് അവരുടെ പ്രവർത്തന മേഖല. കേരളത്തിൽ പെട്ടതല്ലാത്ത രീതിയിൽ തിരുകൊച്ചി സംസ്ഥാനം വേറൊരു സംസ്ഥാനമായിരുന്ന കാലത്ത് കേരള സംസ്ഥാനം പിറവിയെടുക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രദേശങ്ങളും മലബാറെല്ലാം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിലാണല്ലോ. തിരുകൊച്ചി സംസ്ഥാനം എന്ന് വേറൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ആധാരമാക്കി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയായി പേരുമാറ്റപ്പെട്ടത് കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ശേഷം. അപ്പം അവർ തൃശ്ശൂരിനപ്പുറേ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ യാതൊരു പ്രയാസമോ ഇവിടുത്തെ കലഹങ്ങളോ അവിടുത്തെ സംഘടനയെ ബാധിക്കുന്നില്ല. ഇവിടെയാണ് ബഹുകലഹം. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് ഔദ്യോഗികമായി തന്നെ വെച്ചുകൊണ്ടാണ് താജുൽ ഉലമാ ശൈഖുനാ അവറുകൾ തൻ്റെ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. പേര് സമസ്ത എന്ന് തന്നെ വെച്ചിട്ട് 6 മുശാവറ അംഗങ്ങൾ മഹാനൂർ രാജിവെക്കാനിടയായിരുന്ന ആ തീരുമാനത്തിൻ്റെ പേരിൽ തന്നെ അന്ന് സമസ്തയിൽ നിന്ന് വേർപെട്ടു പോന്നിട്ടും സമസ്തയുടെ പേരുപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ലാതെ ആ പേരിൽ തന്നെ പ്രവർത്തിക്കാൻ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കാതെ സമാധാനപരമായി പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ മഹിത പാരമ്പര്യം കഴിഞ്ഞ 50 വർഷക്കാലവും ഈ ജംഇയ്യത്തുൽ ഉലമ തുടർന്നു പോന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചു വരുന്ന കാലത്തും ഇത് തുടർന്നു പോന്നിട്ടുണ്ട്. ഈ വിനീതൻ തന്നെ ഈ സംഘടനയുടെ രംഗത്ത് 40-40 വർഷമായല്ലോ വേദിയിൽ സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും മറ്റൊരു സംഘത്തിന് കുഴപ്പമില്ലാതാക്കാൻ, നടന്നു വരുന്ന സംഘടനാ സംവിധാനങ്ങളോ മഹല്ല് സംവിധാനങ്ങളോ തകരാതിരിക്കാൻ, അവിടെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതാക്കാൻ, എന്തെങ്കിലും ചെറിയ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ പരമാവധി ശ്രമിച്ചിട്ടുള്ളവരാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഇപ്പോഴും അത് തന്നെയാണ് സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ അഭിലാഷവും ആഗ്രഹവും. മേലിലും കുഴപ്പമുണ്ടാകരുതെന്ന് തന്നെയാണ്. ഇപ്പം ചിലർ പ്രചരിപ്പിക്കുന്നത് ഇപ്പം ഇങ്ങോട്ട് കലഹത്തിനായി തന്നെ ഇറങ്ങിയേക്കാണ്, ശിഥിലമാകരുത് എന്ന് പറഞ്ഞ് ശിഥിലീകരണത്തിന് ഇറങ്ങിയേക്കാണ് എന്നാണ്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ശിഥിലമാകുന്നതിൻ്റെ കാരണങ്ങൾ പ്രത്യേകം ഊന്നിപ്പറഞ്ഞ് ജനങ്ങളെ ബോധീകരിച്ച് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ബോധം നൽകിയാലെങ്കിലും സമാധാനമുണ്ടാകും പണ്ഡിതന്മാരുടെ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്ക് എന്ന് ആശിച്ചുകൊണ്ട് തന്നെയാണ്, പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണമൊന്നുമല്ല, ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലത്തെ രംഗമല്ല ഇന്ന് കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ കാണുന്നത്, സുന്നി സംഘടനാ പ്രവർത്തകർക്കിടയിൽ കാണുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ രൂപീകരണത്തിന് ശേഷം സമസ്തയുടെ പ്രവർത്തനത്തിൽ കാണുന്ന സാരമായ മാറ്റം പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത, പരസ്പരം സ്വീകരിക്കാൻ പറ്റാത്ത, മുസ്ലിമീങ്ങളാണെന്ന് പോലും പരസ്പരം അംഗീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർക്കിടയിലുള്ള പെരുമാറ്റവും സംസ്കാരവും തരം താണുപോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നൽകിയതല്ലേ നമുക്ക് ഇസ്ലാം. ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹം കൊണ്ടല്ലേ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കു കിട്ടുന്നത്. നമ്മുടെ വെള്ളിയാഴ്ചയിലെ ഖുതുബകളെല്ലാം അവസാനിക്കുന്നത് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മുടെ സുന്നി പള്ളികളിലെ മിമ്പറുകളിൽ നിന്നെല്ലാം ജുമുഅയുടെ അവസാനം ദുആ കഴിയുമ്പോൾ അവസാനത്തെ ദുആയുടെ വാക്യം ഇതാണ്. ഈ ദുആയുടെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങളുടെ യജമാനനായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം ഈ ജുമുഅക്ക് പങ്കെടുത്തവർക്കൊക്കെയും നീ മാപ്പ് നൽകണേ, മഗ്ഫിറത്ത് നൽകണേ. വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുൻപേ
ഈമാനും ഇസ്ലാമും കൊണ്ട് ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയ മുന്നോർകൾ അവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ. അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇസ്ലാം കിട്ടിയത്, അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയത്. അതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ കടപ്പെട്ടവരാണ്. അവരിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ മനസ്സുകളിൽ നീ ആക്കല്ല റബ്ബേ, ഗില്ലൽ ലില്ലദീന ആമനൂ, വിശ്വാസികളായിട്ടുള്ളവരോട് പകയും ശത്രുതയും പോരും ഞങ്ങളുടെ ഹൃദയത്തിലാക്കല്ല. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ പരമദയാലുവല്ലേ, പ്രത്യേകം മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുന്നവനല്ലോ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചിറങ്ങുന്ന ഖതീബ്, ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഖതീബ് അപരസംഘടനക്കാരനായി പോയി എന്നതുകൊണ്ട് മാത്രം അവരോട് പോരും വിദ്വേഷവും മനസ്സിൽ വെക്കുന്നുവെന്ന് മാത്രമല്ല, ആ പോരും വിദ്വേഷവും പരത്തുകയും ചെയ്യുന്നു. ഈ പോരും വിദ്വേഷവും ലോകത്തൊട്ടാകെ പരത്തുന്നു. അതേശാത്ത പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാർക്കിടയിൽ ഈ പോര് വളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. മഹല്ലിന്റെ കാര്യങ്ങളുമായി ഒഴിഞ്ഞുകൂടുന്ന മിക്കവാറും മഹല്ലുകളിലെ 80% വരുന്ന സംഘടനാ ബന്ധമില്ലാത്ത സാധാരണക്കാരായ ആളുകളെ ഈ സംഘടനക്കാരാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചിട്ട്, ആയിട്ടില്ലെങ്കിൽ ആക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അവരെ സംഘടനയുടെ വാലുകളാക്കാൻ, ആജ്ഞാനുവർത്തികളാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ പരിശ്രമം മുഅല്ലിമീങ്ങളുടെ നേരേക്കും മുദരിസീങ്ങളുടെ നേരേക്കും ഖാദി ഖതീബുമാരുടെ നേരേക്കും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളായി, ഭീഷണികളായി, പലതരത്തിലുള്ള വലിയ താക്കീതുകളായി കൊണ്ട് തന്നെ അടിച്ചേൽപ്പിക്കുന്നു. ഇതിന്റെ മൂലമാണ് സംഘടനാ പ്രവർത്തനം വളരെ വഷളായത്. ഇപ്പൊ വഷളാകുമ്പോ മരിച്ചെടുത്ത് രണ്ടു കൂട്ടർക്കും തമ്മിൽ പ്രത്യേകമാണ് ബന്ധം. ഒരു കൂട്ടരുടെ മയ്യത്താണെങ്കിൽ ഉദാഹരണം പറയാം, മരിച്ചു കിടക്കുന്ന ബാപ്പാക്ക് 2 മക്കളുണ്ട്. ഒരു മകൻ ഏപ്പിക്കാരനാണ്, ഒരു മകൻ ഈക്കക്കാരനാണ്. രണ്ടാളും സംസാരിക്കാൻ അറിയുന്നവനാണ്. ഒരാൾ SSF-കാരനാണ്, ഒരാൾ SKSSF-കാരനാണ്. എന്നാൽ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചാൽ അവരിൽ ഒരാളാണ് തൻ്റെ വാപ്പാന്റെ കാര്യം സംസാരിക്കുന്നതെങ്കിൽ മറ്റേയാള് സ്വന്തമായി അതിന് സമ്മതിക്കില്ല. ഇയാളുടെ സംസാരം കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നും കൂടി പറയും. പ്രത്യേകം ഒന്നും പറയണ്ട, മൂപ്പര വാപ്പയാണെന്ന് ഒന്നും കൂടി പറയും. അതുകൊണ്ട് ഇങ്ങനെയെന്നിട്ട് ആ സംഘടനാ ബന്ധം ഒന്ന് പ്രത്യേകം പറയും. ഇത് നമ്മുടെ നാട്ടിൽ കാണല്ലേ? എന്തേ ഇതിന് കാരണം? ഈ പറഞ്ഞത് എൻ്റെ സഹോദരനാണെങ്കിലും മറ്റേ സംഘടനക്കാരനായി പോയി. അപ്പൊ എൻ്റെ സംഘടനക്കാർക്ക് ഇഷ്ടപ്പെടൂല. എന്താടാ എൻ്റെ വാപ്പ മരിച്ചിട്ട് എൻ്റെ സംഘടന അവിടെ അറിയിക്കാത്തത്? എൻ്റെ വാപ്പയാണെന്ന് അറിയിക്കാത്തത്? നിന്നെ കണ്ടല്ലേ ഞങ്ങൾ വന്നത്. അപ്പൊ ആ നിലക്ക് നമ്മുടെ സംഘടന അവിടെ ഒന്ന് പറയണ്ടേന്നാ ഇയാൾ പറയുന്നത്. ഒരു വിവാഹത്തിന്റെ സദസ്സിൽ ഒരാൾ ആശംസ അർപ്പിച്ചു സംസാരിച്ചാൽ മറ്റേ സംഘടനക്കാരനും അവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മറുപക്ഷത്തിന്റെ പേരോ മറുപക്ഷത്തെ സംഘടന പേരോ പറഞ്ഞിട്ട് ആശംസ അർപ്പിക്കുന്നു. കലഹവും കുഴപ്പമുണ്ടാകാൻ വേറെ എവിടെയെങ്കിലും പോണോ? നിഷ്പക്ഷരായ ആളുകൾക്ക് മടുപ്പും പ്രയാസവും തോന്നാൻ മറ്റെവിടെയെങ്കിലും പോണോ? ഇത് നമ്മുടെ നാട്ടിൽ നിത്യാനുഭവമല്ലേ? കല്യാണ വീടുകളിലെ അനുഭവമല്ലേ? മരണ വീടുകളിലെ അനുഭവമല്ലേ? മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന അച്ചവരുടെ അനുഭവമല്ലേ? അങ്ങനെയാണ് ഇത്ര വലിയ വൈരവും ഈ തരത്തിലുള്ള ഒരു ശത്രുതയും ഈ സംഘടനക്കാർക്കിടയിൽ ഉണ്ടാകുന്നത്. വളർത്തിയിട്ട് തന്നെ നേതാക്കൾ വളർത്തിയിട്ട് എത്രത്തോളം എന്നറിയുമോ? നിങ്ങൾ ചിന്തിക്കണം. ഉത്തരവാദപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറാംഗങ്ങളായ ബഹുമാന്യന്മാരിൽ 50 വർഷം കാലം ദർസ് നടത്തിയിട്ട് സേവനനിരതരായി കഴിഞ്ഞിരുന്ന വയസ്സന്മാരായിട്ടുള്ള മുദരിസുമാരുണ്ട്. അത് 4 പണ്ഡിത സംഘടനകളിലുമുണ്ട്. ഈ 4 സുന്നി പണ്ഡിത സംഘടനകളിൽപ്പെട്ട മുദരിസുമാരായിട്ട് 50 വർഷം കഴിഞ്ഞിട്ടുള്ളതായ മുദരിസുമാരെ ജാമിഅ വഹബിയ എന്ന ദർസിന്റെ കേന്ദ്രമായ വണ്ടൂരിലെ സ്ഥാപനം അതിൻ്റെ 50 വയസ്സ് പൂർത്തിയായ സുവർണ ജൂബിലി ആഘോഷം നടത്തിയപ്പോൾ ആ ആഘോഷത്തിന്റെ പേരിൽ നല്ല ഒരു സന്ദേശം സമുദായത്തിന് നൽകുന്നതിന് വേണ്ടി, ഒരുമയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ 4 സംഘടനാ ഭേദങ്ങളും നോക്കാതെ 4 സംഘടനയിൽപ്പെട്ട 50 വർഷം മുദരിസുമാരായവരെ ആദരിക്കുന്നതിന് തീരുമാനിച്ചു. നേരിട്ട് പോയി ഔദ്യോഗികമായി ഞങ്ങൾ ക്ഷണിച്ചു. ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വമാണ് എല്ലാവരും ഏറ്റെടുത്തത്. എല്ലാവരും വരാമെന്ന് തന്നെയാണ് ഏറ്റത്. എല്ലാവരും സന്തോഷത്തോടുകൂടെ പറഞ്ഞു, സൗകര്യത്തോടുകൂടെ പറഞ്ഞു, നല്ല നിലക്ക് പറഞ്ഞു. പക്ഷെ ഇത് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ശേഷം സമസ്ത മുശാവറ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ചേരുന്ന സമസ്ത മുശാവറയിൽ ഇത് സംബന്ധിച്ച് ചർച്ച വരികയാണ്. ആ ചർച്ചയിൽ ആ കൂട്ടത്തിൽ ഞങ്ങളോട് വരാമെന്നേറ്റിരിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ, ഞാൻ പേര് പറയുകയല്ല, വെറുതെ കുഴപ്പം വേണ്ടല്ലോ, ഒരു പണ്ഡിതൻ തന്നെ പറയുന്നു,
ഇതിന് നമ്മൾ പോകാൻ പാടില്ല. കാരണം നമ്മുടെ മുശാവറയിലെ അംഗങ്ങൾ മറ്റു സംഘടനയിലെ വേദികളിൽ പങ്കിടാൻ പാടില്ല എന്ന മുശാവറയുടെ തീരുമാനമുണ്ട്. ഈ തീരുമാനത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇതിനെ ലംഘിക്കാൻ പാടില്ല, മറ്റൊരു വേദിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. വണ്ടൂരിലെ ജാമിയ വഹബിയ എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സ്ഥാപനമാണ്. 1966 ഉണ്ടാക്കപ്പെട്ട സ്ഥാപനമാണ്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് 1967 അവസാനത്തിലെ നവംബർ മാസം 24-ാം തീയതിയാണ്. 68 എന്ന് കൂട്ടിക്കോളൂ. അതിന്റെ 2 കൊല്ലം മുൻപ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ അന്ന് ആ പ്രസിഡന്റിന്റെ കോളേജാ ജാമിയ വഹബിയ കോളേജ്. അതിന് ആ വിധത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും കൊണ്ട് നടക്കുന്നതും. സംസ്ഥാനയുടെ സ്ഥാപനമായല്ല. വരുന്ന കുട്ടികൾ സംസ്ഥാനക്കാരാണോ ബന്ധം എന്ന് ചോദിച്ചിട്ട് കോളത്തിൽ പൂരിപ്പിച്ചിട്ടല്ല അവിടെ പ്രവേശനം നൽകുന്നത്. ഒരൊറ്റ കുട്ടിയുടെയും സംഘടനാ ബന്ധം ഞങ്ങളുടെ അപേക്ഷാ ഫോമിൽ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നില്ല. മറ്റു സംഘടനയിലുള്ളവർ വന്നു കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഇൽമു പഠിക്കുമ്പോൾ അവർ ആശയങ്ങൾ ശരിക്കും പഠിക്കുമല്ലോ കരുതിയിട്ട്. ഞങ്ങളല്ലെങ്കിലും ഞങ്ങൾ ഏത് കൂട്ടിൽ ഏത് വേദിക്ക് വിളിച്ചാലും ഞങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കിതാബിലുള്ളതല്ല പറയാ, സത്യമല്ല പറയാ. അത് കിതാബിലല്ല ഉള്ളതല്ലെന്ന് പറയാൻ മറ്റവർക്കും കഴിയില്ലോ. അത് ഞങ്ങൾ അവിടുന്ന് പറയും. ഏത് വേദിയെന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുട്ടീനും പേടിക്കണ്ട, അത് ആളുകൾ പ്രചരിക്കുക. അപ്പോൾ മറ്റു കുട്ടികൾ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. വാസ്തവത്തിൽ പഠിപ്പിക്കുന്ന ഞങ്ങളൊക്കെ സംസ്ഥാനയിൽപ്പെട്ടവരാകാം, പക്ഷേ ആ സ്ഥാപനം സംസ്ഥാനയുടേതല്ല, വണ്ടൂരിൻ്റെ നാട്ടുകാരുടേതാണ്. ഈ സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ സുവർണ ജൂബിലിയിൽ 50 വർഷം ദർസ് നടത്തിയിട്ടുള്ള മുദരിസുമാരെ അങ്ങ് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ഭാഗത്തു നിന്നും അടക്കം കേരളത്തിൻ്റെ നാനാമൂലകളിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ട് പറയുമ്പോൾ ഈ സമസ്ത വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ അംഗം പങ്കെടുക്കാനുണ്ടായുള്ളൂ. അദ്ദേഹം എന്തോ അൽഹംദുലില്ലാഹ് വന്നു, നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് അല്ലാഹു തആല സൽബുദ്ധി പ്രദാനം ചെയ്യൂ. അദ്ദേഹം അതിൽ പങ്കെടുത്തു. സന്തോഷപൂർവ്വം നോക്കി. നല്ലൊരു മുദരിസാണ്. ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുവാണ് മാമ്പുഴ മുദരിസ് സയ്യിദ് മുസ്ലിയാർ അവർ. ബഹുമാനപ്പെട്ട മർഹൂം KT മാനു മുസ്ലിയാരുടെ പ്രധാന ശിഷ്യനാണ്. KT മാനു മുസ്ലിയാരുടെ പ്രധാന ശിഷ്യനായി അദ്ദേഹത്തിൽ നിന്ന് സമസ്ത പഠിച്ച ശിഷ്യൻ അതിൽ പങ്കെടുത്തു. ബാക്കി ഔദ്യോഗിക സമസ്ത വിഭാഗത്തിന്റെ പക്ഷത്തിൽ നിന്ന് ആരും വന്നില്ലെന്ന് മാത്രമല്ല, വരാമെന്ന് പറഞ്ഞവർ അവരുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചു. അറിയിച്ചതിൽ അവരുടെ സംഘടനാ തീരുമാനമാണ്. ഈ സംഘടനാ തീരുമാനം ഞങ്ങൾ അവർക്ക് വല്ല നഷ്ടവും വരുത്തിയിട്ടുണ്ടോ? സംസ്ഥാനക്കാരവരോട് വല്ല ദേഷ്യവും വെച്ച് പുലർത്തിയിട്ടുണ്ടോ? സംഘടനാ സൗഹാർദ്ദത്തിന്റെയും മര്യാദയുടെയും സാധാരണ സുജന മര്യാദയുടെയും ലംഘിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗത്ത് നിന്ന് അവരുമായിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. നേതാക്കളായ ഉലമാക്കൾക്ക് വരെ ഈ അസ്പൃശ്യതയാണ്. ഒരു വിഭാഗത്തിന്റെ സ്റ്റേജിൽ പങ്കെടുത്തുകൂടാ, അവരുടെ വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തുകൂടാ. മറ്റു വല്ല മഹല്ലുകാരും വിളിച്ചാൽ ഈയുള്ളവനുമായി ഒപ്പം വേദി പങ്കിടാൻ സാഹചര്യമുള്ള വേദികളിൽ നിന്നെല്ലാം സമസ്തയുടെ മുശാവറ മെമ്പർമാരെ അതിന്റെ നേതാക്കൾ ആ തീരുമാനം പറഞ്ഞ് തടയുകയാണ്. എത്രത്തോളം കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവ്, എല്ലാ വിഭാഗം മുസ്ലിമീങ്ങൾക്കും ആവശ്യമുള്ളവർ, സുന്നികളുടെ മാത്രം നേതാവല്ല, മുജാഹിദുകളും ജമാഅത്തുകാരും അടങ്ങുന്ന മുസ്ലിം സംഘടനകളിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും സമാദരണീയരായ നേതാവാണ് പാണക്കാട് കൊടപ്പനക്കലെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. ആ തങ്ങന്മാർക്ക് കേരളീയ സമൂഹത്തിലുള്ള സ്ഥാനം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളവർക്ക് പോലും തന്റെ സംഘടനാ സമസ്ത ബന്ധം കൊണ്ട് മറ്റു സംഘടനകൾ പങ്കെടുക്കുന്ന പരിസ്ഥിതിക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്കോ പോകാൻ അനുവദിക്കാത്ത ഒരവസ്ഥ വരെ ഉണ്ടെന്നാണ് കേൾവി. ശരി, നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധത്തിലേക്കാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഉലമാക്കൾ തന്നെ ഇതാണ് പെരുമാറ്റത്തിന്റെ രീതിയെങ്കിൽ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും പിന്നെ വാശിയിൽ എവിടെയെങ്കിലും പുറകോട്ട് പോകുമോ? അങ്ങനെ പരസ്പരം അവരവരുടെ സംഘടനകൾ മാത്രം, മറ്റു സംഘടനകൾക്ക് പ്രവർത്തനമേ വേണ്ട എന്ന നിലവാരത്തിലാണ് ഈ 2 സംഘടനകളും അവരുടെ പ്രവർത്തകന്മാരെ വളർത്തുന്നത്. സഹിഷ്ണുത എന്ന ഒന്ന് ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇല്ലാതാക്കുന്ന രീതി ഞാൻ ആലോചിച്ചിരുന്നു. ഈ ദാറുൽ ഹുദായും
ഈ വാഫി ലെവലൊക്കെ വന്നാൽ, 2 വിദ്യാഭ്യാസങ്ങളും കൂടി നേടുന്ന ഒരു കൂട്ടം ആളുകൾ വന്നാൽ കുറച്ച് വിശാല ഹൃദയരായി വരും. സങ്കുചിതമായ ആ നിലപാടുകളിൽ നിന്നൊക്കെ മാറി എല്ലാം കൂടി കിട്ടുന്നൊരു പുരോഗമിച്ച മനസ്സല്ലേ അവർക്ക് വരിക. അപ്പം അതുകൊണ്ട് അവരുടേതെങ്കിലും നീങ്ങുമെന്ന് നീങ്ങിയിട്ട് തന്നെ എന്നും ആ കൂട്ടർക്ക് തുടക്കത്തിലൊന്നും ഇല്ല. എല്ലാ സംഘടനയിലെ നേതാക്കളെയും നേതാക്കളായി കണ്ടു, സയ്യിദുമാരായി കണ്ടു. നല്ല വിനയം പുലർത്തിയിരുന്നവനാണ് ആദ്യകാലത്ത് ഹുദവികൾ. പിന്നീട് വാഫികളും സംഘടനാ ബന്ധമൊന്നും അവരുടെ മറ്റ് സൗഹൃദങ്ങളെ ബാധിക്കുമായിരുന്നില്ല. പക്ഷെ അവരെപ്പോലും ഇപ്പൊ SKSSFന്റെ അകത്ത് വളർത്തിയിട്ട് അവർ പോലും ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. സംഘടനാ പ്രവർത്തന രംഗത്ത് വന്നാൽ, ഞാൻ പേരെടുത്ത് ആരും പറയുന്നതല്ല, ആ വിധത്തിലാണ് സംഗതി നീങ്ങുന്നത്. യാഥാർത്ഥ്യം പറയാൻ മറച്ചു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. പച്ചക്കങ്ങ് പറയാൻ കാര്യം എല്ലാവർക്കും അറിയാലോ. ഈ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് ഇതിപ്പോ നിർബന്ധമായ ഒരു ബാധ്യത പോലെ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് നോക്കുക, ഇതിപ്പോൾ സംഘടനാ രംഗത്ത് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ കൂട്ടക്കാർ മഹല്ലുകൾക്കും മദ്രസ മാനേജ്മെൻറ്റുകൾക്കും നൽകുന്ന ഒരു രേഖയാണ്. നല്ല പരിപാടി. ആ സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ SKMMA ഇപ്പോൾ പുതിയൊരു സംവിധാനം വരികയാണ്. മഹല്ലുകൾക്കൊന്ന്, ഇനി മുദരിസുമാർക്കൊന്ന്, ഖതീബുമാർക്ക് വേറൊന്ന്. ഇതൊക്കെ സംഘടനാവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നന്ന് ഓരോരോ കൂട്ടരെയും ഓരോ തരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതതു ധർമ്മങ്ങളും ചുമതലകളും നല്ല നിലക്ക് നിർവഹിക്കുന്നതിന് പരിശീലനം നൽകി പോരുന്ന ഒരു സംവിധാനമാണെങ്കിൽ സമസ്ത ചെയ്യുന്ന ഏറ്റവും നല്ല സേവനമല്ലേ? ആ സേവനത്തിന് ബദലായി ഇതിൻ്റെയൊക്കെ പിന്നിൽ വായിച്ചാൽ അവസാനം കാണുക സംഘടനാ ബന്ധം. അവസാനം ഇത് നല്ലൊരു പേപ്പറാ നോക്കി, 1 പേജ്, പിന്നെ ഒരു 2 പേജ്, പിന്നെ ഒരു 3 പേജ്. നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളാകണം. ശിശു സൗഹാർദ്ദവും അന്തരീക്ഷവും ക്ലാസ് മുറികളിൽ വേണം. വൃത്തിയും ശുചിത്വവും വേണം. പ്രഭാത അസംബ്ലി വേണം. ലൈബ്രറി ആൻഡ് CD ലൈബ്രറിയും പഠനോപകരണങ്ങളും വേണം. സിയാറത്ത്, സ്റ്റഡി ടൂറുകൾ, പ്രവേശനോത്സവം, ടാലന്റ് സെഷനുകൾ, കലകായിക മത്സരങ്ങൾ, പൂന്തോട്ടം, കൃഷിത്തോട്ടം, ക്ഷേമപ്രവർത്തനങ്ങൾ, നിക്ഷേപ പദ്ധതി, വ്യക്തിത്വ വികസനം, സംഘബോധ നേതൃപരിശീലനങ്ങൾ, ദിനാചരണങ്ങൾ, ഇതൊക്കെ നൽകാനുള്ളതാണ് ഇപ്പോൾ സംഭവങ്ങൾ. നല്ല നല്ല പരിപാടിയാണ് മദ്രസ രംഗത്ത് നടത്തേണ്ടത്. ഒരു 10,000-ഓളം വരുന്ന മദ്രസയെ ഇക്കണക്കിന് വളരെ സന്തോഷകരമായി നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വിലയിടിച്ച് കാണിക്കേണ്ട. ഞങ്ങളാരും അത് ചെയ്യാറുമില്ല. മഹത്തായ സേവനം തന്നെയാണ് സമസ്ത നിർവഹിക്കുന്നത്. പക്ഷേ ഈ മദ്രസകളൊക്കെ പരമ്പരാഗതമായി കിട്ടിയതാണെന്ന് കൂടി ഓർക്കണം. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനണ്ടാറുമോ പറയുന്ന നിലപാടിൽ നിന്ന് വിട്ടിട്ട് ഈ കാണുന്ന മദ്രസകളൊക്കെ ഉപ്പൂപ്പമാർ തന്നതാണ് എന്ന ഓർമ്മയോടുകൂടെ, ആ ഉപ്പൂപ്പമാരുടെ കൂട്ടത്തിൽ മറുപക്ഷത്തെ സംഘടനക്കാരും നേതാക്കളും ഒക്കെ ഉണ്ട് എന്ന ചിന്തയോടുകൂടെ, അത്തരം നേതാക്കൾക്കാണ് ഒരുപക്ഷേ ഈ മദ്രസകളുടെ പിതൃത്വത്തിൽ ഏറ്റവും വലിയ സ്വാധീനം എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാവണം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് നന്ന്. പക്ഷെ നിൽക്കട്ടെ, അതിൻ്റെയും അവസാനം കേൾക്കണങ്ങൾക്ക് സമസ്തയുടെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധം. പിന്നെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധത്തിന് ആ സ്ഥാനം. ബാക്കിയൊക്കെ നല്ല മദ്രസന്റെ പണിയാണ് പറയുന്നത്. ഈ പണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് എന്താണ്? സമസ്തയുടെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധം. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല്ല് മദ്രസ കമ്മിറ്റികളാണ്. സമസ്തന്റെയും പോഷക സംഘടനകളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല്ലുകളും മദ്രസ കമ്മിറ്റികളാണ്. ഓരോ കമ്മിറ്റി അംഗവും സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. നിയമനം അടിച്ചേൽപ്പിക്കുക, ഞാൻ പാസ്സാക്കുക. ഓരോ മഹല്ലിലെ കമ്മിറ്റി അംഗങ്ങളും മദ്രസ ഭാരവാഹികളും സംഘടനാ പ്രവർത്തകനായിരിക്കണം. SMF, SYS, SKSSF, SKMMA, SKSBV എന്നീ സംഘടനകളുടെ റേഞ്ച്, പഞ്ചായത്ത്, ക്ലസ്റ്റർ, മേഖല, ജില്ല യോഗങ്ങളിൽ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുക. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സഹകരിക്കുക. പ്രവർത്തനങ്ങളിലും പരിപാടികളിലും പരസ്പര ധാരണയും സഹകരണവും ഉറപ്പുവരുത്തുക. സമസ്തയുടെ പണ്ഡിതരെയും നേതാക്കളെയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന പൊതുവേദികൾ സംഘടിപ്പിക്കുക. പൂർവ്വ വിദ്യാർത്ഥികളെ മദ്രസയുമായും സംഘടനാ പ്രവർത്തനവുമായും അടുപ്പിക്കാൻ പദ്ധതികൾ കാണുക. നല്ല പൂശയായി പോയില്ലെന്ന് പറയുന്നതൊക്കെ കാര്യ കേസൊന്നുമില്ല. വാക്കുകളല്ലേ നല്ല ശരിയായ അച്ചടിച്ച വാചകങ്ങളാണ്. സമസ്തയുടെ നേതാക്കളെ പരിചയപ്പെടുത്തേണ്ടത് തന്നെയല്ലേ?
പക്ഷെ നമ്മളെ രണ്ടു കൂട്ടരും പരിചയപ്പെടുത്തുക എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? നിങ്ങൾക്കറിയില്ലേ പരിചയപ്പെടുത്തൽ എങ്ങനെയാണ്? സമസ്തയുടെ നേതാക്കളെ എങ്ങനെയാണ് നമ്മൾ രണ്ടു കൂട്ടരും പരിചയപ്പെടുത്തുക? മറ്റേ സംഘടനക്കാരെ നേതാക്കളെ ആവോളം കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെയല്ല നമ്മളെ നേതാക്കൾ എന്ന് പറയാം. ഇതാണ് ഇവർ ചെയ്യുക. നമ്മളെ നേതാക്കളെ പരിചയപ്പെടുത്തുന്ന രീതി ഇതാണ്. അതല്ലെങ്കിൽ നമ്മളെ നേതാക്കൾ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവർ, ബാക്കിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാത്തവരാണ് എന്നുള്ള സന്ദേശം നൽകുക. ഇതൊക്കെയല്ലേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണോ മദ്രസകളിലും മഹല്ലുകളിലും ഒക്കെ കമ്മിറ്റിക്കാരുടെയും മദ്രസന്റെ ഒക്കെ പണി? ഇങ്ങനെയല്ലേ സങ്കുചിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ മുഅല്ലിമീങ്ങളുടെ ഒരു റേഞ്ച്, ഒരു മേഖലാ തലത്തിലുള്ള ഒരു സംവിധാനമാണ് റേഞ്ച്. സമസ്ത തന്നെ വിഘടിച്ചു നൽകുന്ന മേഖല. ഈ റേഞ്ച് മേഖലയിലുള്ള മുഅല്ലിമീങ്ങളെ സംയോജിപ്പിക്കുന്നതിനുള്ള ഈ വേദിയിൽ മദ്രസ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് മാനേജ്മെന്റ് നിർത്തിയുള്ള ഒരു മദ്രസാധ്യാപകനായാൽ പോരാ. സമസ്തയുടെ പാഠപദ്ധതി കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനായാൽ പോരാ. നാട്ടിൽ ഫിത്നയും ഫസാദുമില്ലാതെ തന്റെ ദൗത്യം സമസ്തയുടെ പാഠബുക്കുകൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായാൽ പോരാ. അയാൾക്ക് റേഞ്ചിൽ അംഗത്വം കിട്ടണമെങ്കിൽ അയാളുടെ ആ റേഞ്ചിന്റെ കീഴിലുള്ള അവിടുത്തെ SKSSF-ന്റെയും അയാളുടെ നാട്ടിലെ സ്വദേശി റേഞ്ചിൽ നിന്നുള്ള പ്രത്യേകമായ അംഗീകാരവും കിട്ടണം. ഇയാൾ സമസ്തക്കാരനാണ്, സമസ്തക്ക് ബോധിക്കുന്ന ആളാണ്, അയാൾ നമ്മളെ മാസികകൾക്കും പത്രത്തിനും വരിക്കാറ് ചേർക്കുന്ന ആളാണ്. അങ്ങനത്തെ ആളാണെന്ന് രണ്ട് തലത്തുനിന്നും എഴുതി ഒപ്പിട്ടാലേ റേഞ്ചിൽ അംഗത്വം കിട്ടൂ. അംഗത്വം കിട്ടാത്തവർക്ക് ഒരു റേഞ്ച് മുഅല്ലിം എന്ന നിലക്കുള്ള പലതും നിഷേധിക്കപ്പെടുന്നു. ആ കൂട്ടത്തിൽ സാധാരണ റേഞ്ചിലെ ഉലമാക്കന്മാർക്ക് റേഞ്ചുകൾ സംഘടിപ്പിക്കുന്ന തരത്തിലുള്ള സഹായ പരിപാടികൾ വല്ലതുമുണ്ടെങ്കിൽ റമദാനിലൊക്കെ സജീവമായി നടത്തപ്പെടുന്നതാണ് മദ്രസ രംഗത്ത് കിറ്റുകൾ. ഞാനതൊക്കെ കേട്ടതാ, നേരിട്ടുള്ള അനുഭവമല്ല. ഈ കിറ്റുകൾ മുഅല്ലിമീങ്ങൾക്ക് നൽകും. ഇതിനെന്താ ചെയ്യാ? അതത് മദ്രസകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് പെരുന്നാൾ പൈസ പിരിക്കുക. പണ്ട് വല്ലാമാരും ഒത്തിരി ഇന്ന് ചെയ്ത് തന്നെ അതിൻ്റെ പുരോഗമനമോ ഇപ്പൊന്നല്ലാതെ വേറെ വല്ലതും ഉണ്ട് ഇവിടെ? എല്ലാം അങ്ങനെ തന്നെയല്ലേ. അത് ചെയ്തിട്ട് അത് സ്വരുക്കൂട്ടുക. നാട്ടിലെ ഉദാര മനസ്കരായ നല്ല മനുഷ്യന്മാരെ കണ്ടുകൊണ്ട് ഒലിയൊന്നും പിരിക്കുക. എന്തിനാ പിരിക്കണത്? നമ്മുടെ റേഞ്ചിലെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് റമദാൻ മാസം ഖുശിക്കച്ച നല്ലൊരു കിറ്റ് കൊടുക്കാം. പൊടി പഞ്ചാര ചായപ്പൊടി ഒക്കെ ഉണ്ടാവുമല്ലോ, ഇത് നല്ല ഒന്ന് കിട്ടാൻ. പക്ഷേ ഇത് പിരിച്ചു കൊടുക്കുന്ന അധ്യാപകന് ഇത് കിട്ടണമെന്നില്ല. കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് സ്വദേശി റേഞ്ചിന്റെയും ഈ റേഞ്ചിന്റെയും SKSSF-കാരൻ്റെ ഒപ്പിട്ടണം, കുട്ടി സംഘടനക്കാരൻ്റെ ഒപ്പിട്ടണം. അതെല്ലാം മുഅല്ലിമീങ്ങൾക്ക് കിട്ടുമോ? മുഅല്ലിമീങ്ങളിൽ പല അഭിപ്രായക്കാരില്ലേ, പല വീക്ഷണക്കാരില്ലേ, പല സംഘടനാ ബന്ധമുള്ളവരുണ്ടാകില്ലേ? അവരുടെ ബന്ധങ്ങൾ അവരുടെ നാട്ടിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യട്ടെ. ഈ മദ്രസകളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഫിത്ന ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ മുഅല്ലിം എന്ന നിലക്ക് ആ മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പിരിക്കുന്നത് അയാൾക്ക് കൊടുത്തുകൂടാ? ഇത് സംഘടനാ ബന്ധത്തിന്റെ പേരിൽ നിഷേധിക്കാമോ? അതേമാതിരി മുഅല്ലിമീങ്ങൾക്ക് സമസ്ത നൽകുന്ന ഒന്നാണ് മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്നുള്ള ഫണ്ട്, അതിൽ നിന്നുള്ള സഹായം. ഈ ക്ഷേമനിധി എന്നത് സമസ്ത മദ്രസകളിലെ 10,000-ഓളം വരുന്ന മദ്രസകളിലെ അധ്യാപകർക്ക് നൽകാനുള്ള ഫണ്ടാണ് മുഅല്ലിം ക്ഷേമനിധി. ഈ ക്ഷേമനിധിയുടെ ഫണ്ട് സ്വരൂപിക്കുന്നത് ഓരോ വർഷത്തിലും ഓരോ മുഅല്ലിമിൽ നിന്നും അയാളുടെ ഒരു ദിവസത്തെ വേതനം അവർ സംഭാവനയായി നൽകാൻ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ടാണ്. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടും തന്നെയാണ്, അതല്ലെങ്കിൽ നഷ്ടം പേടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഅല്ലിമീങ്ങളിൽ പലരും സമസ്തക്കാരല്ലെങ്കിൽ അത് നൽകുന്നത്. സമസ്തക്കാരാണെങ്കിൽ കിട്ടുമെന്ന് കരുതിയിട്ട് തന്നെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കിട്ടുമെന്ന് കരുതിയിട്ടില്ലെങ്കിൽ പേടിച്ച് അല്ലെങ്കിൽ കിട്ടാൻ ആശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് വാങ്ങുമ്പോൾ ഈക്കക്കാരനാണോ, എപിക്കാരനാണോ, സംസ്ഥാനക്കാരനാണോ, തബ്ലീഗുകാരനാണോ, മുജാഹിദാണോ, ത്വരീഖത്തുകാരനാണോ, ഈ വക നോട്ടങ്ങളൊന്നുമില്ല. എല്ലാവരെയും നിന്നും വാങ്ങും, പിരിവ് കൊടുക്കുന്നവരിൽ നിന്നും വാങ്ങും, മുഅല്ലിമിന്റെ ഒരു ദിവസത്തെ വേതനവും വാങ്ങും. അപ്പോഴും ആൾക്ക് നോട്ടല്ല. ഇയാൾക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് സമസ്ത കൊടുക്കണമെന്ന് വരുമ്പോഴോ അപ്പ അയാൾക്ക് SKSSF-കാരൻ സംഘടനാ പ്രവർത്തകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പത്രം നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ ക്ഷേമനിധിന്ന് ഫണ്ട് കിട്ടൂല. സമസ്തയുടെ ക്ഷേമനിധി സംഘടനാ പ്രവർത്തകർക്ക് മാത്രം മോശാരമായി കൊടുക്കാനാവുന്നത് എത്ര മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് സഹോദരങ്ങളെ. മസാലയല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്, അതിലപ്പുറം നോക്കണ്ടേ. സുജന മര്യാദ എന്നൊന്നില്ലേ?
സമസ്തയിലെ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിച്ചുണ്ടാക്കുന്നതായ, അതിനു വേണ്ടിയിട്ട് സ്വരൂപിക്കപ്പെടുന്നതായ മുഅല്ലിം ക്ഷേമനിധി വെറും സംഘടനാ പ്രവർത്തകർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് മറുസംഘടനയിലെ പ്രവർത്തകന്മാരെ മാറ്റി നിർത്തുകയും, എന്നാൽ അവരിൽ നിന്ന് ഇങ്ങോട്ട് അവരുടെ വേതനം പിടിച്ചു വാങ്ങുകയും അല്ലെങ്കിൽ വാങ്ങുകയും ചെയ്യുന്ന ഈ ഇടപാട് സാധൂകരിക്കത്തക്കതാണോ? ഇവിടൊക്കെ എന്താ, ദുന്യാവിൻ്റെ സഹായം കൊടുക്കാനും ആകണം നമ്മളെ പാർട്ടിക്കാരനും നമ്മളെ സംഘടനക്കാരനും ആവുക എന്ന മനസ്സ്. ഇത് അല്ലാഹു തആല എങ്ങാനും നടപ്പാക്കുകയാണെങ്കിൽ നമുക്കൊരിറ്റ് വെള്ളം കിട്ടും സഹോദരന്മാരെ. എൻ്റെ പാർട്ടിക്കാരനാകണം, എൻ്റെ വെള്ളം കുടിക്കണമെങ്കിൽ, എൻ്റെ അന്നം തിന്നണമെങ്കിൽ, എൻ്റെ ഭൂമി കഴിയണമെങ്കിൽ, എൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ കഴിയണമെങ്കിൽ എന്ന് രാജാതിരാജനെങ്ങാനും തീരുമാനിച്ചാൽ നമ്മളൊരൊറ്റ മനുഷ്യന്മാർക്ക് ഉറ്റ് വെള്ളം കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം അല്ലാഹുവിൻ്റെ ആളുകളായി ജീവിക്കാൻ നമ്മൾ മെനക്കെടാകുന്നെങ്കിൽ ദോഷികളായ മുസ്ലിമീങ്ങൾക്കും ഇനി മുസ്ലിമീങ്ങളല്ലാത്ത അവിശ്വാസികൾക്കും അല്ലാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന പ്രവൃത്തിക്ക് വരെയും അല്ലാഹു തആല ഓശാരമായി ദുനിയാവിൻ്റെ അകത്തെ കരുണ ചൊരിയുകയാണ്, സഹായം നൽകുകയാണ്. ഇതല്ലേ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അല്ലാഹനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ? ഇതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? ഇതല്ലേ നമ്മൾ പ്രവർത്തനങ്ങളിലൊക്കെയും ചൊല്ലി വരുന്നതായ ദിക്ർ? ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സാധാരണ അറിയാലോ, തനിക്ക് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കുമെല്ലാം ദുനിയാവിൽ റഹ്മത്തുകൾ ചെയ്യുന്നവൻ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം. കള്ളുകുടിക്കുന്നവന് കള്ളുകുടിക്കാൻ കഴിവ് നൽകുന്നത് അള്ളയാണ്. കള്ളിൻ്റെ പാത്രം പിടിക്കാൻ കയ്യിന് ശേഷി നൽകുന്നത് അള്ളയാണ്. അത് തൊണ്ടയിലേക്ക് കൊണ്ടുപോകാൻ കയ്യിന് ശലം നൽകുന്നത് അള്ളയാണ്. അത് തൊണ്ടയിൽ പാരാനുള്ള കഴിവ് നൽകുന്നത് അള്ളയാണ്. പാർന്നത് അതിൻ്റെ കുഴലിലൂടെ അന്നനാളത്തിലൂടെ അകത്തേക്ക് കടത്താനുള്ള കഴിവും റഹ്മത്തും നൽകുന്നത് അള്ളയാണ്. അന്യായമായി വ്യഭിചരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യഭിചാരം എന്ന പ്രവൃത്തി നടക്കുന്നതിനുള്ള സിദ്ധി നൽകുന്നത് അള്ളയാണ്. ആ പ്രവർത്തനം നടത്തുന്നതിനുള്ള കഴിവ് നൽകുന്നത് അള്ളയാണ്. ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിന് വരെ ദുന്യാവിൻ്റെ അകത്ത് ആ ഓശാരം നൽകൽ തൻ്റെ വഴിപ്പെട്ടവരെയോ തൻ്റെ പാർട്ടിക്കാരെയോ തൻ്റെ ശത്രുക്കളെയോ എന്ന് നോക്കാതെ ചെയ്യുന്ന രാജാതിരാജന്റെ റഹ്മാൻ എന്ന ഗുണം നിങ്ങളും സ്വീകരിക്കുവീൻ എന്ന് പഠിപ്പിക്കാനല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അള്ളാഹിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ ഗുണങ്ങളും നിങ്ങളും ഉൾക്കൊള്ളണം, നിങ്ങളും അത് പാലിക്കണം സമസൃഷ്ടികളോട് എന്ന് പറയാൻ. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ റഹ്മത്തോടുകൂടെ വർത്തിക്കൂ. അർഹിക്കുന്നവരോട്, ആ റഹ്മത്ത് അർഹിക്കുന്നവരോടെല്ലാം നിങ്ങൾ റഹ്മത്തോടുകൂടെ വർത്തിച്ചാൽ ഇർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് ചെയ്യും എന്ന് രാജാതിരാജനായ റബ്ബ് പറയുന്ന വാക്യമായി തിരുനബി തങ്ങൾ പഠിപ്പിക്കുന്നതും ബൈബിളുകളിൽ കാണുന്ന ഇതിന്റെ പരിഭാഷയുമെല്ലാം വാസ്തവത്തിൽ പടച്ച തമ്പുരാന്റെ ഉദാരമായ റഹ്മത്തല്ലേ. ആ റഹ്മത്തിന്റെ ഗുണം പാലിക്കേണ്ട നമ്മൾ അയൽവാസി ആരാകട്ടെ, മുസ്ലിമാവട്ടെ കാഫറാവട്ടെ, അവർക്ക് സഹായം ചെയ്യാനും അയൽവാസ മര്യാദ പാലിക്കാനും കൽപ്പിക്കപ്പെട്ട നമ്മൾ, അത്തരത്തിൽ എല്ലാവരെയും നോക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, നമ്മളെ ശാഫിഈ മദ്ഹബുകാർക്ക്, നമ്മളെ മാതിരി അഹ്ലുസുന്നത്തിന്റെ അശ്ശാരി ത്വരീഖത്ത് സ്വീകരിച്ചവർക്ക്, നമ്മളെ സമസ്തന്റെ പേര് തന്നെ സ്വീകരിച്ച് സമസ്തയായി പ്രവർത്തിക്കുന്നവർക്ക് ഇതൊക്കെ നിഷേധിക്കുക എന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? ഇതിന്റെ വികാരം എന്താണ്? ഇതാര് പഠിപ്പിക്കുന്ന മര്യാദയാണ്? ഇത് തുടരാമോ സഹോദരങ്ങളെ? മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള ഒരവകാശമെങ്കിലും അവർക്കില്ലേ? ഈ അവകാശം ചെറുതായി കാണാൻ പാടുണ്ടോ? ഇതിനെ മോശപ്പെട്ട് കാണാൻ പാടുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തദുറൂന അർബൽ റിബാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കടുത്ത പലിശ ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അലം. സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലല്ലേ അറിയുക ഏറ്റവും കടുത്ത പലിശ ഏതാണെന്ന്. ആരംഭ വിധങ്ങൾ പറയുന്നു, ഫഇന്ന അർബൽ റിബാ ഇൻദല്ലാഹി ഇസ്തിഹ്ലാലു ഇർദി മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാനം ഇടിച്ചു തകർക്കുന്നതും അയാൾ അവഹേളിക്കുന്നതുമാണ് പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ. ഇതിന് ഉപോത്ബലകമായി ثم قرأ رسول الله والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. മുസ്ലിമീങ്ങളായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, ഉപദ്രവിക്കുന്ന ആളുകൾ, നാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നവർ,
സമ്പത്ത് കൊണ്ട് ഉപദ്രവിക്കുന്നവർ, കയ്യൂക്ക് കൊണ്ട് ഉപദ്രവിക്കുന്നവർ, അധികാരം കൊണ്ട് ഉപദ്രവിക്കുന്നവർ, പണം കൊടുക്കാതെ ഉപദ്രവിക്കുന്നവർ, ജോലി നിഷേധിച്ച് ഉപദ്രവിക്കുന്നവർ, അവരെ ആക്ഷേപിച്ചുകൊണ്ട് നാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നവർ, അത്തരം ഉപദ്രവിക്കുന്നവർ കടുത്ത കുറ്റമാണ്, വ്യക്തമായ കുറ്റമാണ് ഇതിലൂടെ വഹിക്കുന്നത്, അവന്റെ പുറത്തേറ്റിയിടുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞ വാചകം ഇതിനു പോൽഫലകമായി അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് അബൂ യഅല തന്റെ മുസ്നദിൽ സ്വഹീഹായ സനദ് കൊണ്ട് നിവേദനം ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ റിബ നൈഫും വസബൂന ബാബാ, 70 പരം ഇനങ്ങളുണ്ട് പലിശ. അഹ്വനുഹുന്ന ബാബം മിനൽ റിബ മിത്ലു മൻ അതാ ഉമ്മഹു ഫിൽ ഇസ്ലാം. റിബയുടെ കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതമായിട്ടുള്ള പലിശ ഏതാണെന്നറിയുമോ? അതിന്റെ കുറ്റം എന്താണെന്നറിയുമോ? അത് ഒരു മനുഷ്യൻ മുസ്ലിമായിരിക്കെ തന്റെ ഉമ്മാനെ വ്യഭിചരിച്ചാൽ കിട്ടുന്ന കുറ്റം എന്താണോ, പെറ്റ തള്ളയെ വ്യഭിചരിച്ചാൽ കിട്ടുന്ന കുറ്റം എന്താണോ, അത്ര കടുത്ത കുറ്റമാകുന്നു ഏറ്റവും ചെറിയ പലിശക്കുള്ളത്. വദിർഹമു റിബ അശദ്ദു മിൻ 35 സന്യ. 35 വ്യഭിചാരത്തെക്കാൾ കടുത്ത കുറ്റമാണ് ഒരു വെള്ളിയുറുപ്പിയുടെ ദിർഹമ്, ഒരു ദിർഹമിന്റെ തോത് ഒരാൾ പലിശ വാങ്ങുന്നത്. അങ്ങനെയുള്ള പലിശയുടെ കുറ്റം ഏറ്റവും ദുഷിച്ച പലിശ, ഏറ്റവും വലിയ പലിശ, ഏറ്റവും കടുത്ത പലിശ. ഇന്തിഹാഖു ഇർദിൽ മുസ്ലിം വന്തിഹാഖു ഹുർമതിഹി. ഒരു മുസ്ലിമിന്റെ മാനം പിച്ച് ചീന്തലാണ്, അഭിമാനം ചീന്തലാണ്, അയാൾ അവഹേളിക്കലാണ്, അയാളുടെ പവിത്രത പിച്ച് ചീന്തലാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. സമസ്തക്കാർക്കും സംസ്ഥാനക്കാർക്കും മാത്രം മാറ്റാനുള്ള, മാറി നിൽക്കാനുള്ള ഉപദേശമല്ല ഇത് നൽകിയത്. ഒരു മുസ്ലിമിന്റെ പവിത്രത പറിച്ചു ചീന്തുന്നത് 35 തവണ വ്യഭിചരിക്കുന്ന വ്യഭിചാരത്തെക്കാൾ കുറ്റകരമാണ് ഒരു ദിർഹമിന്റെ പലിശ എന്ന് അല്ലാഹു തആല വിളിച്ചിട്ട് റസൂൽ പഠിപ്പിച്ചിട്ട അതിനേക്കാളൊക്കെ വലിയ പലിശയുടെ കുറ്റം കിട്ടുന്നത് ഒരു മുസ്ലിമിനെ അവഹേളിക്കുന്നതിനും ശല്യപ്പെടുത്തുന്നതിനും കുറ്റം പറയുന്നതിനുമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മര്യാദ നമ്മുടെ രണ്ടു പക്ഷം സമസ്തക്കാരും എവിടെയാണ് വെച്ചിരിക്കുന്നത്? സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് പൊതുമഹല്ലുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നത് പൊതുമഹല്ലുകൾ കൈകാര്യം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമാണ്, വലിയ അനർത്ഥമാണ്. ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഞങ്ങളെ മാത്രം പറയുന്നു, മറ്റോലെ പറയുന്നില്ല, മറിച്ചോലെ പറയുന്നില്ല എന്ന് പറയാണ്. ഇത് ഒരേ കൂട്ടരോടായിട്ടുള്ള ദേഷ്യമല്ല, ഞങ്ങളുടെ സംഘടനാ സ്വഭാവമാണത്. സംഘടന ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സംസ്കാരമാണത്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എവിടെയാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടത്, എന്തിനാണ് വിളിക്കപ്പെട്ടതെങ്കിൽ അവിടെയേ ഞങ്ങൾ പ്രവേശിക്കാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞ് ഞങ്ങൾ കലക്കാറില്ല. അതുകൊണ്ടല്ലേ എല്ലായിടത്തും ഞങ്ങളെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. ഞാനെന്നും പോവുകയാണല്ലോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുന്നുണ്ടല്ലോ, കർണാടകയിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ഏത് സ്റ്റേജിലാണ്? സമസ്തക്കാരുടെ സ്റ്റേജിലാണ്, സമസ്തക്കാരുണ്ടാക്കുന്ന സ്റ്റേജാണ്. ഇനി സ്റ്റേജ് കിട്ടൂലെന്ന് കരുതി അങ്ങനെ പോകുന്നില്ല. പോകാതെ കിട്ടിയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് പോണതൊക്കെ വെറും ഇതിന് തന്നെയാണ് ആലോചിച്ചെങ്കിൽ. അവിടെ പോകുന്നത് വഴുതരാനാച്ചാ വഴുതിന്, ഉറൂസിനാച്ചാ ഉറൂസിന്, നിക്കാഹിനാച്ചാ നിക്കാഹിന്, യോഗത്തിന് റബീഉൽ അവ്വലാച്ചാ റബീഉൽ അവ്വലിന്, മുത്തനബിനെ പറയാനാച്ചാ മുത്തനബിനെ പറയാൻ, സുന്നി പറയാനാച്ചാ സുന്നി പറയാൻ, ബിദ്അത്തിനെ എതിർക്കാനാച്ചാ എതിർക്കാൻ. എന്താണോ വിളിക്കപ്പെട്ട ലക്ഷ്യമെങ്കിൽ അതിൽ മാത്രം സംസാരിച്ച് അപ്പുറം കിടന്ന് നാശമുണ്ടാക്കാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഗുരുമഹത്തുക്കൾ ഞങ്ങൾക്ക് നൽകിയ പാഠം. ഞങ്ങളുടെ പ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നതും അതാണ്. ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞങ്ങൾ പാലിക്കുന്ന ചിട്ടയും ഇതാണ്. ഈ ക്യാമ്പയിൻ്റെ തന്നെ മുൻഭാഗമായി 1989 സമസ്തയുടെ പിളർപ്പിന്റെ ആദ്യവേളയിൽ കലഹം നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് മദ്രസകളുടെ മുക്കിലെല്ലാം എല്ലാ മദ്രസകളും പൂട്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ട് പോലീസുകൾ നിരന്നു നിന്നുകൊണ്ട് കലഹക്കാരെ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന ഈ തോക്ക് പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലേക്ക്, കാക്കിയെടുപ്പുകാരുടെ ഇടയിലേക്ക് 5 വയസ്സായ പിഞ്ചു കുഞ്ഞിന് കടന്നു ചെല്ലേണ്ട ആ ഭീകരമായ ചിത്രങ്ങൾ പത്രങ്ങൾ വരെ നൽകിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു പീസ് ക്യാമ്പയിൻ 1989 കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉപദേശപ്രകാരം അന്നത്തെ SYF സുന്നി യുവജന ഫെഡറേഷൻ എന്ന ഞങ്ങളുടെ സംഘടന നടത്തിയത് കേരളക്കാർക്കറിയാം, ഓർമ്മയുള്ളവർക്കറിയാം. 89 ആദ്യത്തിൽ 89-90കളിൽ ഞങ്ങളുടെ പീസ് ക്യാമ്പയിന്റെ ശബ്ദമാണ്.
അന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നത് മഹല്ലുകൾ പിടിച്ചടക്കാനും മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കാനും മഹല്ലുകളുടെ അധികാരം പറ്റാനും ഓരി പറ്റാനും വേണ്ടി നടക്കുന്ന ആ ശ്രമത്തെയായിരുന്നു. കാരണം അന്ന് അതായിരുന്നു കുഴപ്പം. അന്ന് ആ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനിരയായവർ പറഞ്ഞു, ഞങ്ങളെ മാത്രം എന്താ പറയുന്നത്, മറ്റോലെ പറയണില്ലല്ലോ, ഓലെ പറയണില്ലല്ലോ, ഞങ്ങളെ മാത്രം എന്താ പറയുന്നത്. അതാണ് ഒരുപക്ഷെ ആ പീസ് ക്യാമ്പയിന്റെ കൂടി ഫലമല്ലേ പൊതുമഹല്ലുകൾ നിൽക്കുന്ന രീതിയിൽ തന്നെ നിന്നതും പൊതുമദ്രസകൾ നടക്കുന്ന രീതിയിൽ തന്നെ നടന്നുപോയതും. പുതിയൊരു പഠനം നമുക്ക് വേണ്ട, പുതിയൊരു പാഠം നമുക്ക് വേണ്ട, നമ്മൾക്ക് ഈ പോയമാതിരി പോകുക എന്നല്ലേ മിക്കവാറും മഹല്ലുകൾ തീരുമാനിച്ചത്. അങ്ങനെ പൊതുമഹല്ലുകൾ അവിടെ പ്രവർത്തിക്കാനുള്ള ശേഷി, അവിടുത്തെ മദ്രസകൾ അംഗീകരിച്ചുള്ള പാഠബുക്കുകൾ പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള സമസ്തക്കാരാണ് ഇപ്പോ ഈ പൊതുമഹല്ലുകളെ ഏപ്പിക്കാർക്ക് സ്വന്തം മദ്രസയുണ്ടായപ്പോ, അവർക്ക് സ്വന്തം പള്ളി ഉണ്ടായപ്പോ, മുജാഹിദീങ്ങൾക്ക് സ്വന്തം മദ്രസയും പള്ളിയും ഉണ്ടായപ്പോ, ജമാഅത്തുകാർക്ക് സ്വന്തം മദ്രസയും പള്ളിയും ഉണ്ടായപ്പോ അവർ ഈ പൊതുമഹല്ലുകളെ തങ്ങളുടേത് മാത്രമാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ശ്രമിക്കുകയാണ്. ഈ മദ്രസയിലെ അധ്യാപകരെയും പണ്ഡിതന്മാരെയും മറ്റു സംഘടനകളിൽ നിന്ന് ബലമായി കൂട്ടാൻ വേണ്ടി ഭീഷണിയുടെ സ്വരത്തിൽ മദ്രസാധ്യാപനത്തിന് ചാൻസ് കിട്ടണമോ, ഞങ്ങളുടെ MSR കിട്ടണമെന്ന് പാസ്സാക്കുകയാണ്. MSR അതിന്റെ മുമ്പ് എടുത്തോലതെല്ലാം വളഞ്ഞ വഴിയിലൂടെ എടുത്ത കുറെ ഏപ്പിക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെയൊക്കെ കുയിനിയും പുറന്തള്ളാൻ എടുത്ത എല്ലാ MSRഉം എടുത്തു കളയുകയും പുതിയ MSR ഉണ്ടാക്കണം, നേടണമെന്ന് നിയമം പാസ്സാക്കുകയും ചെയ്യുന്നു. നരേന്ദ്രമോദി നോട്ട് നിഷേധിച്ചതുപോലെ, നോട്ട് പിൻവലിച്ചതുപോലെ ഉള്ളതെല്ലാം പിൻവലിച്ചപ്പോൾ സർക്കാർ ചെയ്തത് ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ കൊടുക്കാനും മാറ്റിയെടുക്കാനുമാണ്. അവരൊക്കെ തരുന്നു വാങ്ങാൻ. നമ്മളെ കൂട്ടർ അതല്ല ചെയ്തത്. ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ? MSR പിൻവലിക്കുന്നതെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ ആ കടലാസ് മേനി നന്നാക്കാനോ അതിനെ ശാസ്ത്രീയമാക്കാനോ അതിൽ ചില ചോദ്യങ്ങളിൽ അത് കൂട്ടിച്ചേർക്കാനോ അതിൻ്റെ രേഖാപരമായ വ്യവസ്ഥകളൊക്കെ മോഡലൊക്കെ ശരിയാക്കാനോ ആണെങ്കിൽ നിലവിലുള്ളതൊക്കെ ഓഫീസിൽ കൊണ്ടേ കൊടുത്തിട്ട് അതിൽ നിന്ന് പകർത്തിയിട്ട് പകരം ഓരോന്ന് തരാനല്ല പറയേണ്ടത്. അങ്ങനെയാണല്ലോ നരേന്ദ്രമോദിയും സർക്കാരൊക്കെ ചെയ്തത്. ഇവിടെ ചെയ്ത അങ്ങനെയല്ല. ഇവിടെ നമ്മളെ കൂട്ടർ ചെയ്ത് എല്ലാവരും കയ്യിലുള്ള ചീന്തിട്ടുള്ളൂ. ഇനി നമുക്കത് ആർക്കും ആവശ്യമില്ല. ഒരു കുട്ടി MSR ആയിട്ട് വരണ്ട. നിലവിലുള്ള MSR എല്ലാം ഞങ്ങൾ പിൻവലിച്ചിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ പുതിയത് കൊടുക്കുന്നത് ആർക്കാണ്? ഈ മുഅല്ലിം സംഘടനാ പ്രവർത്തകരാണെന്ന് SKSSFുകാർ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രം. ഇതൊക്കെ ഒരു മോശപ്പെട്ട സംഘടനാ രീതിയല്ലേ? ഇതൊക്കെ പട്ടിണി കിടത്തുന്ന സംഘടനാ രീതിയല്ലേ? മുഅല്ലിമീങ്ങൾക്ക് കഞ്ഞി കൊടുക്കുന്ന സംഘടനാ രീതിയല്ലേ? ഇതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടതല്ലേ? മറുസംഘടനയിലുള്ള ആളുകളൊക്കെ മഹാമോശക്കാരായും ഈമാനില്ലാത്തവരായും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാത്തവരായും ഒക്കെ പഠിപ്പിക്കുന്നത് രണ്ടു പക്ഷത്തുണ്ട്. ആ രീതിക്കുറിച്ച് വലിയ കേട. അവനാൻ്റെ പക്ഷക്കാരെ വല്ലാതെ പുകഴ്ത്തി മറുപക്ഷക്കാരൊക്കെ മോശമാണ് എന്ന് പറയുന്ന രീതി. അവനാൻ്റെ പക്ഷക്കാരെ പുകഴ്ത്തുന്നത് മനസ്സിലാക്കാം, മറുപക്ഷക്കാരെ ഇടിച്ചു കേൾക്കാൻ പറ്റുമോ? എല്ലാത്തിലുള്ള നല്ല നല്ല മനുഷ്യന്മാർ ഏത് സംഘടനയിലുണ്ടാവില്ല. ഇതേമാതിരി തന്നെയല്ല കൂട്ടരെ ഞങ്ങൾ സംസ്ഥാനക്കാരുള്ള മഹല്ലുകളും ഞങ്ങൾക്കുമില്ല ഒറ്റക്ക് പള്ളി എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഒറ്റക്ക് പള്ളിയില്ലാത്ത ഞങ്ങൾ പ്രവർത്തിക്കുന്ന പള്ളികളിലോ ഞങ്ങളുടെ മദ്രസ അംഗീകരിച്ച നാടിൻ്റെ പൊതുമദ്രസകളിലോ ഞങ്ങളുടെ ബുക്ക് പഠിപ്പിക്കുന്നു, ഞങ്ങളുടേതായ ആ കാര്യങ്ങൾ നടത്തുന്നു എന്നതിലുപരി അവിടുത്തെ മുഅല്ലിമീങ്ങൾ ഞങ്ങളുടെ സംഘടനക്കാരനായിരിക്കണം. മുഅല്ലിം ആയാൽ പിന്നെ അയാൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ കീഴ്ഘടകങ്ങൾ ഒപ്പിട്ടിട്ട് അയാൾ നമ്മുടെ സംഘടനാ പ്രവർത്തകനായിരിക്കണമെന്ന് ഞങ്ങൾ പാസ്സാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഉള്ള മഹല്ലുകളിലൊന്നും ഞങ്ങളിത് നടത്തുന്നില്ലല്ലോ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയുണ്ടോന്ന്? അപ്പോൾ പൊതുമഹല്ലുകളെ ഭരിക്കാൻ അവസരം കിട്ടിയ ആരും ഇങ്ങനെ ചെയ്യരുത്. പുതുതായി ഒറ്റക്ക് പള്ളിയും മദ്രസയുമാക്കി വരുന്ന ആളുകളാണെങ്കിൽ അവരെ ജനങ്ങൾ പൊതുമഹല്ലായി എണ്ണുന്നില്ല, നാടിൻ്റെ മഹല്ലായി എണ്ണുന്നില്ല. അതൊരു പുതിയ പള്ളിയായിട്ടും അതൊരു പുതിയ കൂട്ടര പള്ളിയായിട്ടേ എണ്ണുള്ളൂ. നാടിൻ്റെ പൊതുമഹല്ല് ഇപ്പോൾ പറയാം കൊപ്പം ജുമാ മസ്ജിദ്, കൊപ്പം മഹല്ല്, അത് ഇവിടുത്തെ പഴയ പള്ളിയായി എണ്ണുക. ഈ പഴയ പള്ളി പൊതുമഹല്ലായിട്ടെണ്ണും. അവിടെ എല്ലാ വിഭാഗക്കാരുമുണ്ട്, എല്ലാ കൂട്ടരുമുണ്ട്. മറ്റു കൂട്ടർ അവരവർക്ക് പള്ളി ഉണ്ടാക്കി പോയാൽ അത് അവരവരുടെ പള്ളിയാക്കിയിട്ടേ ജനങ്ങളുള്ളൂ. അത് പൊതുമഹല്ലല്ല. സാധാരണ ജനങ്ങൾ, ശരാശരി ജനങ്ങൾ, നിഷ്പക്ഷരായ ജനങ്ങൾ, ഫിത്ര ആഗ്രഹിക്കാത്ത ജനങ്ങൾ പണ്ടത്തെ നമ്മളെ മഹല്ലിൽ തന്നെ പോവുക, നമുക്കെന്താ പ്രശ്നം എന്ന് ചിന്തിക്കും. അതൊക്കെ സമസ്തക്കാരായിട്ടല്ല.
സമസ്തക്കാരായിട്ടല്ല. എന്നാൽ പൊതുവെ പിന്തുണ ശരി തന്നെയാണ്. പരമ്പരാഗതമായി സമസ്ത എന്ന സംഘടന ആരാണോ കൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ് പൊതുമഹലിലുള്ള ആളുകൾ, സമ്മതിക്കാം. പക്ഷേ സംഘടനാ പക്ഷപാതിത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മറുപക്ഷത്തുള്ള ഒരു പ്രവർത്തകനെയും ആ പള്ളിയിൽ ഒരു ജോലിക്കും നിർത്താൻ പാടില്ലെന്നും മാനേജ്മെന്റ് നിർത്തി ശമ്പളം കൊടുത്തിട്ട് പോന്നാൽ അവർക്ക് ഔദ്യോഗിക രേഖയായ MSR കൊടുക്കുകയില്ലെന്നും ഒക്കെ വാശി പിടിക്കുന്നത് സാമാന്യ മര്യാദയല്ല, സുജന മര്യാദയല്ല, മസാലക്കും അത് ശരിയല്ല, നാടിൽ ഫസാദ് ഉണ്ടാക്കാനും ഇടവൽക്കും. ഇതുകൊണ്ട് തന്നെയാണ് മഹല്ലുകൾ ശിഥിലമാകരുത്, ആരുടെ പ്രവർത്തനം കൊണ്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെയും മഹല്ലുകൾ ശിഥിലമാകരുത്. ഏപ്പിക്കാരിലൂടെയാണ് ശിഥിലമാകുന്നതെങ്കിൽ അവരിലൂടെയും ആകരുത്. ഈക്കക്കാരുടെ കൈക്കാണ് ശിഥിലമാകുന്നതെങ്കിൽ അവർ കൈക്കുമാകരുത്. അത്രയേ പറയുന്നുള്ളൂ. മഹല്ലിന്റെ ഭരണവും മദ്രസയുടെ മാനേജ്മെന്റുമായി തീർന്നിട്ടുള്ളവരെയൊക്കെ സംഘടനാവൽക്കരിച്ചുകൊണ്ട് ആ സംഘടനയുടെ ഈ കക്ഷിത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് സങ്കുചിതമായവരുടെ പ്രവർത്തനം നീക്കുന്നതും മറുപക്ഷത്തെ മൈൻഡ് ചെയ്യാത്ത, അവരുടെ പവിത്രതയെ മാനിക്കാത്ത പെരുമാറ്റം ഇവിടെ വളർത്തുന്നതും നമ്മൾ മുസ്ലിമീങ്ങളുടെ സംഘടനകൾക്ക് തന്നെ ചേർന്നതല്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ചു ചീന്താനോ അവന്റെ പവിത്രത ഇല്ലാതാക്കാനോ മറ്റൊരു മുസ്ലിമിന് അല്ലാഹു അവകാശം നൽകുന്നില്ല. ഞാൻ പലപ്പോഴും ഈ വേദിയിൽ ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുള്ളതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുത്തനബി തങ്ങൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫിന്റെ വേളയിൽ തങ്ങളുടെ തവാഫ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ശ്രദ്ധിപ്പിക്കാനായി പുന്നാര നബി തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാ അത്യബകി വമാ അത്യബ റീഹകി, ഓ പരിശുദ്ധ കഅബ, നീ എത്ര പരിശുദ്ധമാണ്, നിന്റെ വാസന എന്ത് സുഗന്ധമാണ്, നീ എത്ര മഹത്തരമാണ്, നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്, എന്തോ ഒരു പവിത്രമാണ് നീ എന്ന് ആ പവിത്രമായ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും അത് അംഗീകരിക്കുമല്ലോ, ആർക്കും ഇത് തിരിയുമല്ലോ. റബ്ബുൽ കഅബ, കഅബയുടെ യജമാനൻ എന്നല്ലേ അല്ലാഹു തആലാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമായി, ഇബാദത്തിന് കൽപ്പിക്കുന്ന വിശേഷണമായി അല്ലാഹു പറയുന്നത് വല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ യജമാനനായ അല്ലാഹുവിനാണ് നിങ്ങൾ വണങ്ങേണ്ടത്. ഈ റബ്ബുൽ ബൈത്ത് എന്ന് അല്ലാഹുവിന് പോലും ഇബാദത്തിന് നിദാനമാകാൻ അല്ലാഹു വിശേഷിപ്പിച്ച ഈ കഅബയുടെ പവിത്രത അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ പറയുന്നു, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു തമ്പുരാനാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ആ റബ്ബിനെ തന്നെയാണ്. ലഹുർമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ ഹുർമതികി, ഓ കഅബ, നിന്റെ പവിത്രതയേക്കാൾ മഹത്തരമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബഹുമാനം, ഒരു മുസ്ലിമായ മൂമിനായ മനുഷ്യന്റെ ബഹുമാനം നിന്റെ പവിത്രതയേക്കാൾ പവിത്രമാണ്. മാലിഹി വദബിഹി, അവന്റെ ധനത്തിന്റെ കാര്യത്തിലും അവന്റെ രക്തത്തിന്റെ കാര്യത്തിലും സുരക്ഷ നൽകേണ്ട ആ ബഹുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഅബയേക്കാൾ പവിത്രമായ ആ മുസ്ലിമിന്റെ ബഹുമാനം ഏപ്പിക്കാരൻ എന്ന് കരുതിയോ, മറുപക്ഷത്തെ സംഘടനക്കാരെന്ന് കരുതിയോ, വേറെ ഏതെങ്കിലും സംഘടനക്കാരെന്ന് കരുതിയോ അപര മുസ്ലിമീങ്ങൾക്ക് നിഷേധിക്കുന്നതും അപര മുസ്ലിമീങ്ങളെ വായിൽ തോന്നിയതൊക്കെ പറയുന്നതും അവരുടെ ബഹുമതികൾ ഇടിച്ചു താഴ്ത്തുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും അവരെ മോശപ്പെടുത്തി സംസാരിക്കുന്നതും മാനം മര്യാദക്ക് ശർഅയിൽ യോജിച്ചതല്ല, സുജനമര്യാദക്കും യോജിച്ചതല്ല. ഈ ഇടപാടുകൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇതുപോലെ പൊതുവേദികളിൽ പറയാനുള്ളത്. ഇത് പൊതുവേദികളിൽ പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. ഞങ്ങളുടെ മാസികകളിൽ എഴുതിയിട്ടുണ്ട്, ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്, പലതവണ നമ്മൾ ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ എന്ന ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ ബോധീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾ നിർവഹിക്കുകയാണ്. ഈ ബാധ്യത നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്നെങ്കിൽ, നിങ്ങൾ ധാട്ടം കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ഞങ്ങൾ രാജാതിരാജന്റെ മുമ്പിൽ അല്ലാഹു തആലാനോട് ഇത്തരം അനീതികൾ കണ്ടിട്ട് എന്തുകൊണ്ട് പണ്ഡിതൻ
പണ്ഡിതന്മാരെന്ന നിലയ്ക്ക് നിങ്ങളുടെ സംഘടന ദൗത്യം നിർവഹിച്ചില്ല, ധർമ്മം നിറവേറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ 50 വർഷക്കാലം ഒരു പണ്ഡിത സംഘടനയായി നിന്ന് നിങ്ങൾക്ക് ഇതിനെതിരെ സംധിക്കാമായിരുന്നില്ലേ? അക്ഷന്തവ്യമായ മൗനം പാലിക്കരുതായിരുന്നല്ലോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ മഅ്ദറത്തൻ ഇലല്ലാഹ്, ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ബനൂ ഇസ്രായേൽ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകുന്നതിനു പകരം വെള്ളിയാഴ്ച അന്തിക്ക് വേട്ടയ്ക്ക് വേണ്ടി പോയിട്ട് വലയൊക്കെ ശരിപ്പെടുത്തി വെച്ചിട്ട് പോരുകയും അവരുടെ വലയിലായ മീനുകളെ ഞായറാഴ്ച പോയി പിടിക്കുകയും ചെയ്യുന്ന കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി ഒരു നല്ല മുഅ്മിനീങ്ങൾ ബനൂ ഇസ്രായേലിലുള്ളവർ ശ്രമിച്ചു. അവർക്ക് വലിയ മഹത്വം കിട്ടി. മറ്റൊരു കൂട്ടർ പറഞ്ഞു, ലിമ തഅദൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും, അള്ളാഹ് നശിപ്പിക്കാനിരിക്കുന്ന ഈ കൂട്ടരെ നിങ്ങൾ എന്തിനാ ഉപദേശിക്കാൻ പോകുന്നത്? അവർ പറഞ്ഞാൽ നന്നാവൂലല്ലോ. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി നല്ല പോലെ നിന്നോ, ഇവർ കണ്ട പോലെ കൂട്ടട്ടെ, അള്ളാഹ് അവരെ നശിപ്പിച്ചു കൊള്ളും എന്ന് പറഞ്ഞപ്പോ അവരോട് ശരിക്കും മൗനം പാലിക്കാതെ ചുമതല നിറവേറ്റിയ ബനൂ ഇസ്രായേലിലെ മഹാന്മാർ പറഞ്ഞിട്ടുള്ള വാചകം അല്ലാഹു ഉദ്ധരിക്കുന്നു. ഖാലൂ, അവർ പറഞ്ഞു, മഅ്ദറത്തൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഉദ്ർ ബോധിപ്പിക്കാനാ ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അള്ളാഹിനോട് പറയാനാ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത്തരം അനീതികൾ നടമാടുമ്പോ നാക്കു തന്നിട്ട്, ശബ്ദം തന്നിട്ട്, സംസാരശേഷി തന്നിട്ട്, അറിവ് തന്നിട്ട്, പ്രതികരണശേഷി തന്നിട്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു റബ്ബേ, ഞങ്ങൾ നാക്കുപയോഗിച്ചു റബ്ബേ, ഞങ്ങളുടെ ഊർജം ചെലവഴിച്ചു റബ്ബേ, ഞങ്ങൾ പരിശ്രമിച്ചു റബ്ബേ എന്ന് രാജാതിരാജനോട് പറയാനാ ഞങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ ആ മഹത്തുക്കളെ നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് ഖുർആൻ. മീൻ പിടിക്കാൻ പോയ അക്രമകാരികളെ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ നാക്കിലൂടെ ശപിച്ചുവെന്ന് മാത്രമല്ല, കുരങ്ങുകളായിട്ട് 1000 നിവാസികളെ മാറ്റി എന്ന് വിശുദ്ധ ഖുർആൻ. മൗനം പാലിച്ചവരാണെന്നൊന്നും മിണ്ടിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ ശിക്ഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണല്ലോ അവർ. ഇവരെ അള്ളാഹ് നശിപ്പിക്കും എന്ന ചിന്തയിലാണല്ലോ അവർ മൗനം പാലിച്ചത്. പക്ഷെ ആ മൗനം പാലിച്ചവര് അല്ലാഹു തആല ഒന്നും പറയാതിരുന്നത്, ആ മൗനം അക്ഷന്തവ്യമാണ്, അരുതാത്ത മൗനമാണ്. പ്രതികരണം വേണ്ടിടത്ത് പ്രതികരിക്കാതിരിക്കുന്നത് പണ്ഡിതന്മാർക്ക് ശരിയല്ല, മതവിശ്വാസികൾക്ക് ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ പറഞ്ഞ ആ അഭിപ്രായ പ്രകാരം മൗനം അക്ഷന്തവ്യമാകുന്നിടത്ത് മൗനം പാലിക്കാൻ പാടില്ല. ആലിമീങ്ങൾ ശബ്ദിക്കണമല്ലോ. അതിനാണ് ഞങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ ഇതിന് നിർദ്ദേശം നൽകിയത്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഞങ്ങൾ എല്ലാവരും ഇത് നാടുനീളെ ഞങ്ങളുടെ കഴിവിൻ്റെയും പരിധിയുടെയും പരിമിതിയുടെയും അവസരത്തിനൊത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജാധിരാജനായ റബ്ബേ, ഞങ്ങളുടെ ഈ പരിശ്രമം നീ കബൂലാക്കണമേ റഹ്മാനെ. ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്കെല്ലാം നീ വിജയം നൽകണമേ റഹ്മാനെ. ഈ ക്യാമ്പയിൻ നീ വിജയത്തിലെത്തിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സദ്ബുദ്ധി നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധ ദീനിനു വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്താൻ, മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്താൻ, മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷ പ്രകടിപ്പിച്ചാൽ, സഹോദര സംഘടനകളോട് മാനം മര്യാദക്ക് സംസ്കാരത്തിൽ പ്രവർത്തിക്കാൻ, വളർന്നു വരുന്ന മക്കളിൽ സങ്കുചിതത്വവും പക്ഷപാതിത്വവും അടിച്ചേൽപ്പിക്കാതിരിക്കാൻ, കത്തിക്കുത്തും കഠാരിയെടുക്കലും തെറിപറയിലുമുള്ള സംസ്കാരം ദീനീ വേദികളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമത്തെ രാജാതിരാജനായ റബ്ബേ